നമസ്കാരം. ഇവിടുത്തെ പ്രയർ ഒക്കെ കഴിഞ്ഞു അല്ലേ? എല്ലാം കഴിഞ്ഞോ? പ്രയർ, മറ്റേ ഇൻട്രൊഡക്ഷൻ, മുഖവുര എല്ലാം കഴിഞ്ഞു സാറേ, എല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് ഡോക്ടറെ രണ്ടാമത് സ്വാഗതം ചെയ്തതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാ സുഹൃത്തുക്കൾക്ക് നമസ്കാരം. പ്രത്യേകിച്ച് വിമുഖരായിട്ടുള്ള ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക സ്പെഷ്യൽ ആയിട്ടുള്ള നമസ്കാരം. ഇന്ന് ഞാൻ കുറച്ച് പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഈ മദ്യാസക്തി രോഗവും മറ്റ് ലഹരി രോഗങ്ങളും ഈ മാനസിക രോഗങ്ങളും ഇവയൊക്കെ പൊതുവായിട്ട് നമ്മളെ ബാധിക്കുന്ന സൈക്കോ സോഷ്യൽ അല്ലെങ്കിൽ മാനസിക സാമൂഹ്യ പ്രശ്നങ്ങൾ, അതിനൊക്കെ സ്പർശിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതില് റിക്കവറിയെ പറ്റി പ്രത്യേകിച്ച് പറയാനുണ്ട്. റിക്കവറി ആണ് നമ്മൾ ഇതിന് കാതലായ വശം. റിക്കവറി തിരിച്ചുവരവാണ്. ആസക്ത രോഗത്തിൽ നിന്ന് അല്ലെങ്കിൽ അഡിക്ഷനിൽ നിന്ന് നമ്മൾ തിരിച്ച് വരിക, ഒരു സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക, അതാണ് ഏറ്റവും പ്രാധാന്യമുള്ള സംഗതി. അതിനുവേണ്ടി നമ്മൾ കുറെ കഷ്ടപ്പാടുകൾ സഹിക്കണം. അപ്പൊ ഈ കഷ്ടപ്പാടുകൾ ചിലപ്പോൾ അതികഠിനമായിട്ടുള്ള സംഗതിയാണ്. കാരണം ഒരു ആശ്രയ ജീവിതം, ലഹരി വസ്തുക്കളെ ആശ്രയിച്ച് അടിമത്തം അനുഭവിച്ച് ജീവിച്ച ഒരാളിൽ നിന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് റിക്കവറി. നമ്മൾ ആവശ്യപ്പെടുന്നതല്ല, അയാൾ ആവശ്യപ്പെടുവാണ്. അയാളുടെ ശരീരത്തോടും അയാളുടെ മനസ്സിനോടും അല്ലെങ്കിൽ അയാളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള കോൺഷ്യസ്നസ്, അയാളുടെ ആത്മീയമായിട്ടുള്ള ബോധത്തോടും അയാൾ ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ് എന്ത്? റിക്കവറി, തിരിച്ചുവരവ്. അത് അതികഠിനമായിട്ടുള്ളൊരു പ്രക്രിയയാണ് തുടക്കത്തിൽ. ഈ കാര്യങ്ങൾ അയാൾ മനസ്സിലാക്കിയിരിക്കണം. അതിനുള്ള ചങ്കൂറ്റ്, അതിനുള്ള ധൈര്യം കാണിക്കുന്നവർ മാത്രമേ നമുക്ക് പ്രൊലോങ്ഡ് റിക്കവറി, അതായത് ദീർഘകാലമായിട്ടുള്ള മദ്യരഹിതമായിട്ടുള്ള ജീവിതം നയിച്ച് കുറെ കാര്യങ്ങൾ അയാൾക്കും ഈ സമൂഹത്തിനും അയാൾക്ക് ജീവിക്കാൻ കഴിയുക, ഒരു മനുഷ്യനെ പോലെ ജീവിക്കാൻ പറ്റുക, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു പ്രക്രിയ, അതാണ് റിക്കവറി. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്. ഒരു മൈക്ക് ഓൺ ആയതാ സാറേ, പറഞ്ഞോ. കേൾക്കാം. ശരി. എന്തോ അതിന് ഇടയ്ക്കൊരു തടസ്സം പോലെ, ആരൊക്കെ വർത്തമാനം പറയണ പോലെ കേൾക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ റിക്കവറി മോഡൽ എന്നൊരു സാധനമുണ്ട്. റിക്കവറി മോഡൽ, ചികിത്സ റിക്കവറിയുടെ മോഡലിലായിരിക്കണം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? തിരിച്ചുവരവിന്റെ പാതയിൽ അതിന് തടസ്സമൊന്നുമില്ലാതെ തിരിച്ചുവരവിന്റെ പാതയിലൂടെ മാത്രം ജീവിക്കുക. അത് കുറച്ച് കഷ്ടപ്പാടാണ്. അതൊരു മോഡലാണ്. റിക്കവറി മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മോഡലാണ്. അതിന് കുറച്ച് സഹായ സഹകരണങ്ങളൊക്കെ ആവശ്യമുണ്ട്. അതൊന്ന്, അയാളുടെ സ്നേഹിതന്മാർ, നല്ല സുഹൃത്തുക്കൾ, അയാളുടെ കുടുംബാംഗങ്ങൾ, അയാളെ സ്നേഹിക്കുന്നവർ, അങ്ങനത്തെ ഈ പ്രോഗ്രാം സ്വീകരിച്ച സുഹൃത്തുക്കൾ, പിയർ ഗ്രൂപ്പ് സപ്പോർട്ട്. അതുപോലെ ഈ രോഗത്തെ മാനേജ് ചെയ്യുന്ന അയാളാണ്. ഈ രോഗത്തെ കൊണ്ടു നടക്കുന്നതും അതിൽ നിന്ന് വിട്ടുനിൽക്കാനായിട്ട് ഉള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതൊക്കെ അയാൾ തന്നെയാണ്. അപ്പൊ അതിന്റെ പേര് സെൽഫ് മാനേജ്മെന്റ്. ഇൽനെസ്, രോഗത്തെ സ്വയം മാനേജ് ചെയ്യുക, പിന്നെ സ്വയം ഒരു കരുതലോടെ കൂടി അതിനെ അയാൾ തന്നെ കൈകാര്യം ചെയ്യുക. അയാൾക്ക് സപ്പോർട്ട്
ഗ്രൂപ്പ് ഉണ്ടാവും. ആ സപ്പോർട്ട് ഹൗസ് അവര് സ്വന്തം വീട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. അയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് സപ്പോർട്ട് വേണ്ടി വരും. അപ്പൊ അതില് എന്താണ്, അപ്പൊ ഇങ്ങനെ സ്വന്തം വീട്ടിൽ നിന്നും സ്വന്തം ജോലി സ്ഥലത്തു നിന്നൊക്കെ അയാൾക്ക് റിക്കവറി മോഡൽ തിരിച്ചുവരവിന്റെ പാതയിലേക്ക് പോകുമ്പോൾ അവിടെ ഇങ്ങനെ കിട്ടുന്ന സപ്പോർട്ട് അതിന് പറയുന്ന സ്ട്രെങ്ത് മോഡൽ എന്ന് പറയും. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു ബലം കൊടുക്കൽ, ആത്മീയ ബലം, സാമൂഹ്യ ബലം, നേരിടാനുള്ള ഒരു ബലം, അങ്ങനത്തെ ഒരു ബലം അയാൾക്ക് കിട്ടണം. അയാൾ വിചാരിക്കും ഇതൊന്നും എനിക്ക് ഏതൊരു ബലമൊന്നും ആവശ്യമില്ല, ഞാനങ്ങ് സ്വന്തമായിട്ട് അങ്ങ് എല്ലാം ശരിയാവും, ഭയങ്കര സംഭവമാവും, അങ്ങനെയൊക്കെ കരുതുന്നവരുടെ റിക്കവറി വളരെ വളരെ, ആ റിക്കവറിക്ക് വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല, മേന്മയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ പോകുന്നു മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത് യഥാർത്ഥത്തിലുള്ള ഒരു ജീവിതത്തിൽ തിരിച്ചു വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ റിക്കവറി മോഡൽ, തിരിച്ചു വരന്റെ പാതയില് മോഡൽ, അതിനെ സഹായമൊക്കെ വേണം. സഹപ്രവർത്തകരുടെ, നല്ല സുഹൃത്തുക്കളുടെ, അയാളുടെ തന്നെ സ്വന്തം കഴിവ്, അയാളുടെ വീട്ടിലെ സ്വന്തക്കാരും, അയാളുടെ ജോലി സ്ഥലത്തുള്ള ആൾക്കാർ, ഇതിനൊക്കെ അയാൾക്കൊരു ഒരു ശക്തി, സ്ട്രെങ്ത്, ഈ സ്ട്രെങ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനത്തെ ഒരു സ്ട്രെങ്ത് കിട്ടും. ഇങ്ങനത്തെ ഒരു സ്ട്രെങ്ത്, ഇങ്ങനത്തെ ഒരു സപ്പോർട്ട്, ഇതൊന്നും ഇല്ലാത്തവര്, അങ്ങനെ അതൊന്നും ഇല്ലാത്തവര് രക്ഷപ്പെടുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കാം, വളരെ പരിമിതമായിട്ടുള്ള ഇതിലാണ്. അത് തന്നെയല്ല, ഇങ്ങനെ രക്ഷപ്പെടുമ്പോ അതിനൊരു ക്വാളിറ്റി, ഒരു ഗ്രൂപ്പിൽ കൂടി, ഒരു ഗ്രൂപ്പിൽ കൂടി വന്നിട്ട് രക്ഷപ്പെടുന്നു. അപ്പോൾ ഇവിടെ എന്തൊക്കെയാന്ന് വെച്ചാൽ പങ്കുവെക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്. ഇപ്പോൾ അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പങ്കുവെക്കുന്നത് ഒരു പരസ്പരം പങ്കുവെക്കലാണ്. അങ്ങനെ അങ്ങനെ ഷെയർ ചെയ്ത ആ പരസ്പരം പങ്കുവെച്ച ഒരു തീരുമാനം, അതിനാണ് മധ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കൽ. 24 മണിക്കൂർ വിട്ടു നിന്ന് ഒരു ദീർഘകാലം ഒരു ജീവിതം പടുത്തുയർത്തുക. അതാണ് ഷെയർഡ് ഡിസിഷൻ മേക്കിംഗ് എന്നൊക്കെ പറയുന്നത്. അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പങ്കുവെക്കുന്ന ഒരു സംഗതി. അതിന് കുറച്ച് മുൻകരുതലൊക്കെ വേണ്ടി വരും. വ്യക്തിപരമായിട്ടുള്ള, പേഴ്സണൽ ആയിട്ടുള്ള അയാളുടെ അനുഭവങ്ങൾ മെച്ചപ്പെടുത്തണം. അതുപോലെ അയാൾ റിക്കവറിക്ക് ഒരു തെളിവ് സ്വന്തം മനസാക്ഷി കൂടി ഹാജരാക്കണം. അല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ വാചകടിച്ചിട്ട് മറ്റുള്ളവരെ അങ്ങനെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു റിക്കവറി ഒന്നും, അങ്ങനെയുള്ള സംഗതിയൊന്നും സക്സസ് ആവാറില്ല. അപ്പോൾ അയാളുടെ വ്യക്തിത്വം, പേഴ്സണൽ ആയിട്ടുള്ള കഴിവ്, അനുഭവം, എക്സ്പീരിയൻസ്, അത് അയാളുടെ ബ്രെയിനിന്റെ ഉള്ളിൽ, അയാളുടെ ശരീരത്തിന്റെ ഉള്ളിൽ, അയാളുടെ മനസ്സിന്റെ ഉള്ളിൽ, അയാളുടെ അനുഭവത്തിന്റെ ഉള്ളിൽ അത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്താണ്, ഞാൻ ഒരു വാക്ക് പറഞ്ഞു, എവിഡൻസ് ബേസ്ഡ്, അതിനൊരു തെളിവുണ്ട്. കോടതിയിലൊക്കെ ഒരു കാര്യം അവർ സ്വീകരിക്കുന്ന ഒരു തെളിവാണ്. ഞാനിവിടെ പറയുന്നതെന്ന് വെച്ചാൽ മറ്റുള്ളവരെ സൂചിപ്പിക്കാനുള്ളതല്ല, സ്വയം തെളിവ്, വിട്ടുനിൽക്കലിൽ കൂടി ശക്തമായിട്ടുള്ള, അത് ശാസ്ത്രീയം കൂടിയാണ്, സയന്റിഫിക് ആണ്. അങ്ങനെ സയന്റിഫിക് ആണെന്ന് പറയാൻ കാരണം എന്താ, അയാളുടെ ശരീരം, അയാളുടെ ബ്രെയിൻ, അല്ലെങ്കിൽ അയാളുടെ മനസ്സ്, അയാളുടെ ചുറ്റുവട്ടം, അയാളുടെ ജോലി, അയാളുടെ റിലേഷൻഷിപ്പ്, എല്ലാം ഈ റിക്കവറിയിൽ കൂടി അങ്ങും വളരെ മെച്ചപ്പെടുകയാണ്, ഒരു മേന്മ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അത് തന്നെയല്ല, അയാൾ കണ്ടുപിടിക്കും അത്, എനിക്ക് ഒരു മാനസികമായിട്ട് ഞാനൊരു മനുഷ്യനാവുന്നുണ്ട്, എനിക്ക് എളുപ്പമാവുന്നുണ്ട് സംഗതികൾ, എനിക്കത് ബോധ്യപ്പെടുന്നുണ്ട്. അതൊക്കെയാണ് തെളിവ്. അത് അയാൾ കണ്ടുപിടിക്കുന്നുണ്ട്. അത് കൂടാതെ അയാൾക്ക് ലക്ഷ്യബോധമുണ്ട്, ലക്ഷ്യം, അയാൾക്ക് പ്രതീക്ഷകളുണ്ട്, സങ്കല്പങ്ങളുണ്ട്,
ഉം. അയാൾ പരിശീലിക്കുന്നുണ്ട്. ഇതൊക്കെ കൂടി ചേരുന്നതാണ് ഈ എന്താ പറയുന്നത് റിക്കവറി മോഡൽ എന്ന് പറയുന്നത്. റിക്കവറി മോഡൽ ഇല്ലാതെ ഒത്തിരി പേര് വന്ന് ചില കളികളൊക്കെ കളിക്കണം. അത് പലപ്പോഴും ഇങ്ങനെ നിരന്തരം റിലാപ്സിലേക്ക് പോകും. ആരെങ്കിലും വിളിച്ചാൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, അങ്ങനെ കളിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇത് റിക്കവറി മോഡൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ക്ലാസിക്കൽ. ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ക്ലാസിക്കൽ റിക്കവറി മോഡൽ ഇതാണ്. അപ്പൊ അയാളുടെ ഒരു പരിശീലനം കൂടിയാണ്. അത് അഗാധമായിട്ടും വ്യക്തിപരമാണ്. ഈ റിക്കവറി മോഡൽ വളരെ ഡീപ്പായിട്ടും വ്യക്തിപരമാണ്. ആ വ്യക്തിയുടെ മനസ്സിലാക്കല്, അയാൾ ഏത് തരത്തിൽ ഇത് മനസ്സിലാക്കുന്നു. ചില ആളുകളുടെ മനസ്സിലാക്കല് ഭയങ്കരമായിട്ടുള്ള മനസ്സിലാക്കലാണ്. ഈ രോഗത്തെക്കുറിച്ചുള്ള അവരുടെ തിരിച്ചറിവ് അത് ഞാൻ പറയല്ല, അത് വ്യക്തിപരമാണ്, ഡീപ്ലി പേഴ്സണൽ. അഗാധമായിട്ടുള്ളൊരു അറിവ് അവരുണ്ടാക്കുന്നുണ്ട്. അവർക്ക് മനോഭാവം ഇങ്ങനെ മാറിക്കൊണ്ട് അവരുടെ മനോഭാവം ഓരോ തരത്തിലും ഓരോ ദിവസം പ്രതി ആ മനോഭാവം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കും. അവർക്ക് ചില ഈ രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കിയതിൽ നിന്ന് ചില മൂല്യങ്ങള് നിലനിർത്തിയാണ് മുന്നോട്ട് റിക്കവറിയിൽ പോകുന്നത്. എന്ന് വെച്ചാൽ അവർ പുണ്യവാളന്മാരാകുമെന്നല്ല ഞാൻ പറയുന്നത്. ഈ രോഗാവസ്ഥ അവര് സസൂക്ഷ്മം നിരീക്ഷിക്കുകയും തങ്ങളെ തന്നെ മെച്ചപ്പെടുത്തി കഴിവുള്ള ആൾക്കാരായിട്ട് മാറും. അതാണ് മൂല്യങ്ങൾ. അവർക്ക് ലക്ഷ്യബോധമുണ്ട്, സാമർഥ്യമുണ്ട്, സ്കില്ല്. അവര് ചില റോളുകൾ, ചില സംഗതികൾ ഏറ്റെടുക്കും. എന്തൊക്കെയാണ് ഏറ്റെടുക്കുന്നത്? അവർക്ക് നഷ്ടപ്പെട്ടു പോയ ചില കഴിവില്ലായ്മകൾ പകരം കഴിവുണ്ടാക്കിയെടുക്കും. അവരുടെ സ്വന്തം വീട്ടിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തുടങ്ങും. അത് ഭംഗിയായിട്ട് നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കും. എല്ലാ മേഖലയിലും അവരങ്ങനെ. ഇപ്പോൾ വീട്ടിലൊരാൾക്ക് അസുഖം വന്നാൽ അതിന് വീട്ടിലെ സാമ്പത്തിക അവസ്ഥകൾ, വീട്ടിലെ കുട്ടികളുടെ പഠനം, അവരൊക്കെ ആയിട്ട് വളരെ അഗാധമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടിയാണത്. അതാണ് അവരുടെ റിക്കവറി. അവരുടെ റോള് ഓരോ വേഷം നമുക്ക് വേണമല്ലോ. ഒരാള് ഫാദർ ആണെങ്കിൽ ആ ഫാദറിൻ്റെതായിട്ടുള്ള ഒരു വേഷം എടുത്തണിയണമല്ലോ. അതിൽ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ആരാണോ അയാളുടെ മക്കൾ, അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യണമല്ലോ. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ആ റോള് അയാൾ ഏറ്റെടുക്കുമ്പോഴാണ് അയാൾ ശരിക്കും റിക്കവറി മോഡലിലേക്ക് വരുന്നത്. അയാൾക്ക് തന്നെ സംതൃപ്തി ഉണ്ടാക്കുന്നുണ്ട്. അയാളുടെ ജീവിതത്തിൽ ഒരു സംതൃപ്തി, ഒരു പ്രതീക്ഷ. അയാളുടെ ജീവിതത്തിന്, മറ്റുള്ളവരുടെ ജീവിതത്തിന് സംഭാവന ചെയ്യുന്നുണ്ട്. അയാളുടെ ജീവിതത്തിന് ഒരു സംഭാവന ചെയ്യുന്നുണ്ട്. കാരണം എന്താ അറിയോ? ഈ രോഗം, അതിഭീകരമായ രോഗം ഒത്തിരി പരിമിതികൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആ പരിമിതികളൊക്കെ അതിജീവിച്ച് അയാള് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു സഹന സമരത്തില് അതിലാണ് അയാള്. അതാണ് ഞാൻ പറഞ്ഞ ഈ റിക്കവറി മോഡൽ ഇതിൽ കൂടി പോകുന്ന ആൾക്കാർ, അവരാണ് ഏതിൽ തന്നെ ഏറ്റവും വലിയ ആൾക്കാർ അവരാണ്. അവര് അങ്ങനെ ഞാൻ പറയല്ല, അവരുടെ റിക്കവറിക്ക് ഒരു മേന്മയുണ്ട്, ഒരു ക്വാളിറ്റി ഉണ്ട്. അവരുടെ വീട്ടിനും അവരുടെ സമൂഹത്തിനും അവരുടെ അയൽവക്കക്കാർക്കും അവരുടെ ചുറ്റുപാടും അവരുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തും ഇപ്പൊ അവർക്ക് അധികം ശത്രുക്കളൊന്നുമില്ല. ഇപ്പൊ അവര് മനസ്സിലാക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്. അവരുമായിട്ട് പൊരുത്തപ്പെടുന്ന ആൾക്കാർ ധാരാളമുണ്ട്. അങ്ങനെ അയാൾ സെൽഫ് മാനേജ്മെന്റ്, സ്വയം തന്നെ കൊണ്ടു നടക്കാൻ ഒരു പ്രാപ്തിയുള്ള ആളായി മാറുവാണ്. സെൽഫ് മാനേജ്മെന്റ്. ഒന്നാംപടി ഓർക്കുക, മദ്യത്തിന് മുന്നിൽ ഞങ്ങൾ ശക്തിഹീനരാണ്. കാരണം ഞങ്ങളുടെ ജീവിതം അനിയന്ത്രിതമായി പോയി.
അൺമാനേജബിൾ ആയിപ്പോയി, കൊണ്ടു നടക്കാൻ പറ്റാത്ത വിധം ആയിപ്പോയി. അതിന് പകരമുള്ള സെൽഫ് മാനേജ്മെന്റ് എന്റെ ജീവിതം എനിക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു തരത്തിലായിരുന്നു. അതാണ് ഒന്നാം പടിയിൽ നിന്ന് അയാൾ പഠിച്ച പാഠത്തിന്റെ ഒരു മാർഗമാണ് അയാൾ സ്വീകരിച്ചേക്കണം. ബുദ്ധിപരമായിട്ട് സെൽഫ് മാനേജ്മെന്റ്. അയാൾക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നുണ്ട്. കോപ്പിംഗ് സ്കിൽ എന്ന് പറയുന്നത് കോപ്പപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടുക. എല്ലാ കാര്യത്തിലും പൊരുത്തപ്പെടാൻ അയാൾ പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് കോപ്പിംഗ് സ്കിൽ എന്ന് പറയുന്നത്. പൊരുത്തപ്പെടുക. ഇപ്പൊ പഴയ ഒരു കുടിച്ചെന്ന് വെക്കുന്ന ഒരു സുഹൃത്തിനെ കാണുമ്പോൾ ഉടനെ അങ്ങോട്ട് ചാടി വീണ് അവന്റെ കൂടെ അങ്ങ് പോവുക, അവൻ പറയുന്ന കാര്യങ്ങളിലേക്ക് കേൾക്കുക, പിന്നെ അവൻ പോകുന്ന സ്ഥലത്തേക്കൊക്കെ പോവുക, പാഞ്ഞു നടക്കുക. അതൊന്നുമില്ല. അയാളുടെ ജീവിതമായിട്ട് പൊരുത്തപ്പെടാൻ അയാൾക്ക് പഠിച്ചു കഴിഞ്ഞു. അയാൾക്ക് ആപൽ സാധ്യത, ഈ റിലാപ്സ് എന്ന് പറഞ്ഞ ആപൽ സാധ്യതയിലേക്ക് അയാൾ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അയാൾ അതിലേക്ക് പോകുന്നില്ല. അയാൾ ആ റിസ്ക് ചുമക്കാൻ അയാൾ താല്പര്യപ്പെടുന്നില്ല. കാരണം അയാളുടെ അനുഭവം അയാളെ ഒത്തിരി പഠിപ്പിച്ചിട്ടുണ്ട്. അയാള് സ്വന്തം കാര്യത്തിൽ ഊന്നി സബ്ജക്റ്റീവായിട്ടാണ് അയാളുടെ സ്വന്തം ജീവിതത്തിന്റെ ഒരു മേന്മ, വെൽബീയിങ്, ആ സ്വന്തം ജീവിതത്തിന്റെ മേന്മയിൽ ഊന്നിയിട്ടാണ് അയാൾ ജീവിക്കുന്നത്. അതുപോലെ അവനവന് വേണ്ടി ഒരു കെയർ ഉണ്ട് അയാൾക്ക്. അയാൾ സൂക്ഷ്മമായിട്ട് അവനവനെ തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം അയാളുടെ മനസ്സിന് കിട്ടിയിട്ടുണ്ട്. അത് സൈക്കോളജിക്കൽ, സോഷ്യൽ റോള്, അതായത് മാനസികമായിട്ടൊരു പങ്ക് നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. സമൂഹത്തോടും നമ്മളോടും ഒക്കെ ഉണ്ട്. സമൂഹത്തോടുള്ള റോൾ എന്താന്ന് നമുക്കറിയാം, നമ്മളോടുള്ള റോൾ എന്താണെന്നറിയാം, നമ്മുടെ ഫാമിലിയോടുള്ള റോൾ എന്താണെന്നറിയാം. അങ്ങനെ അയാൾ സ്വയം ഒരു സ്വാതന്ത്ര്യം അയാൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. സെൽഫ് ഡയറക്ഷൻ ഉണ്ട്. അയാളെ തന്നെ നിയന്ത്രിക്കാനുള്ള ഒരു ഡയറക്ഷൻ അയാൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എഫിഷ്യൻസി ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിവുണ്ടാക്കിയിട്ടുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ആ കഴിവുണ്ടാക്കാൻ എക്സ്പീരിയൻസ് ഉണ്ട്. ഇതൊക്കെ 24 hour പ്രോഗ്രാമിൽ കൂടി അയാള് പഠിച്ചെടുത്ത് നടപ്പിലാക്കിയ കാര്യമാണ്. അപ്പോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അയാൾക്ക് മാനസിക പ്രശ്നം വരുമ്പോൾ അയാള് ഒരു മടിയും കൂടാതെ അതിനെ സ്വന്തമായിട്ട് പറ്റില്ലെങ്കിൽ അയാൾ ഒരു കൗൺസിലറെ, ഒരു സ്പോൺസറെ, ഒരു ഡോക്ടറെ, അല്ലെ മരുന്ന് കൊണ്ട് ചികിത്സിക്കേണ്ടതാണെന്ന് അയാൾക്ക് തോന്നുവാണെങ്കിൽ അയാൾ ഡോക്ടറെ ഒരു മടിയും കൂടാതെ അയാൾ അവരുമായിട്ടൊക്കെ സമ്പർക്കം ഉണ്ടാക്കും. അല്ലാതെ അയാൾ ഇങ്ങനെ അയ്യോ എന്റെ അഭിമാനം അങ്ങനെയൊന്നും അയാൾ വിചാരിച്ചുകൊണ്ടിരിക്കില്ല. അങ്ങനെ ഈ ഇൽനെസ് മാനേജ്മെന്റ് എന്ന് പറയും. സ്വയം സ്വന്തം രോഗം മനസ്സിലാക്കാനും അതിലെന്തെങ്കിലും ചെയ്യാനുള്ള ഒരു കാര്യം അയാൾക്കറിയാം. അതിന് ഇൽനെസ് മാനേജ്മെന്റ് റിക്കവറി എന്നൊക്കെ പറയും. സ്വന്തം രോഗത്തിനെ മാനേജ് ചെയ്യാനുള്ള, അതായത് അതിന് കൊണ്ടു നടന്ന് അതിനെ എങ്ങനെ ചികിത്സിക്കണം എന്ന് അയാൾക്ക് തന്നെ ഇപ്പൊ അറിയാം. അതിനാണ് ഇൽനെസ് മാനേജ്മെന്റ്, സെൽഫ്. അങ്ങനത്തെ റിക്കവറി, ഇൽനെസ് മാനേജ്മെന്റ് റിക്കവറി, സ്വന്തം രോഗത്തെ നിയന്ത്രിച്ച് കൊണ്ടു നടക്കുന്ന റിക്കവറി, അത് അയാളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് വേറൊരു പേര് ഇപ്പോ എല്ലാ സ്ഥലത്തും പറയുന്നുണ്ട്. ആ പേരാണ് വെൽനസ്. വെൽനസ് എന്ന് പറഞ്ഞാൽ സൗഖ്യം. വെൽനസ് റിക്കവറി ആക്ഷൻ പ്ലാൻ. അയാളുടെ മനസ്സിൽ ഒരു സൗഖ്യം, അയാൾക്ക് മാത്രമല്ല അയാളുടെ കൂടെ ജീവിക്കുന്നവർക്കും ഒരു സൗഖ്യം ഉണ്ടാക്കുക. ഒരു സൗഖ്യത്തിൽ കൂടിയുള്ള റിക്കവറി, അതിൻ്റെ ഒരു ആക്ഷൻ പ്ലാൻ അയാൾ ഉള്ളിലുണ്ട്, നടപ്പിലുണ്ട്, അത് നടപ്പാക്കുന്നുണ്ട്. അതിന്റെ അതിനൊരു ഷോർട്ട് ടേം ഉണ്ട്, ഷോർട്ട് വാക്കുണ്ട്. അതിന് റാപ്പ് എന്ന് പറയാം. റാപ്പ്, WRAP, റാപ്പ് എന്ന് പറഞ്ഞാൽ വെൽനസ് റിക്കവറി ആക്ഷൻ പ്ലാൻ.
റാപ്പുമായിട്ട് അയാൾ ജീവിക്കുന്നത്. അയാൾക്ക് സുഖം വേണം, സൗഖ്യം വേണം. അല്ല വെറുതെ അങ്ങനെ പണ്ട് കളിച്ചിരുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാനസിക രോഗത്തിലേക്കും പിന്നെ റിലാപ്സിലേക്കും അടി ബഹളം വഴക്കുകൾ സെപ്പറേഷൻ കോടതി അങ്ങനെയൊന്നും പോകാതെ അയാൾ ഒരു വെൽനസ് റിക്കവറി ആക്ഷൻ പ്ലാൻ സൗഖ്യം അയാളുടെ റിക്കവറിക്ക് ഒരു സൗഖ്യത്തിൻ്റെതായിട്ടുള്ള ഒരു സുഖപ്പെടലിൻ്റെതായിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. അത് ഡെയിലി മെയിൻ്റനൻസ് 24 മണിക്കൂർ ഇങ്ങനെ ദീർഘകാലത്തെ പരിപാടിയാണ്. പക്ഷെ അതിൽ ഡെയിലി അത് മാനേജ് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം ആക്ഷനിൽ കൂടി. പിന്നെ ഈ അയാളെ കെണിയിൽ പെടുത്തുന്ന പരിപാടികൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞൊരു പഴയ കൂട്ടുകാരൻ, അവന്റെ കഥകൾ, അവന്റെ ഇപ്പോഴത്തെ കഥകളൊക്കെ ഭയങ്കര ഭീകരമായിരിക്കും. പല മൾട്ടിപ്പിൾ ഡ്രഗ്, പലതരത്തിലുള്ള ഡ്രഗ് പരീക്ഷിച്ചതിന്റെ കഥയൊക്കെ അവൻ ഇറക്കും, നിസ്സാരവൽക്കരിക്കും. അതൊക്കെ വെറുതെ പറയണതാണ് എന്നൊക്കെ പറയും. പലതരം പരീക്ഷണം, ഒരു 1/2 ഡസൻ സാധനങ്ങളൊക്കെ ചിലപ്പോൾ അവൻ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ കഥകൾ പറഞ്ഞ് മോഹിപ്പിക്കും, ക്രൈസിസ് ഉണ്ടാക്കും, ഒരു കലാപം ഉണ്ടാക്കും മനസ്സിൽ. അതിനുള്ള കഴിവുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ട്, ക്രൈസിസ്. അപ്പൊ ഈ ഞാൻ പറഞ്ഞ ആളുണ്ടല്ലോ, അയാൾക്ക് ക്രൈസിസിനെ പറ്റി നല്ല വിവരമുണ്ട്. ആ ക്രൈസിസിൽ ചെന്ന അയാൾ വീഴില്ല. അതിനൊരു ആക്ഷൻ പ്ലാൻ ഉണ്ട് അയാൾക്ക്. ക്രൈസിസിൽ ചെന്ന വീഴാതെ ഈ കൊടും വഞ്ചന, കൊടും ചതി, കെണി, അതിലൊന്നും ചെന്ന് വീഴാതിരിക്കാനുള്ള ഒരു ക്രൈസിസ് ആക്ഷൻ പ്ലാൻ അയാൾക്കുണ്ട്. അതിനുള്ള ഒരു ജീവിത ശൈലി അയാൾ സ്വീകരിച്ചിട്ടുണ്ട്. അയാളുടെ ആരോഗ്യം, അയാളുടെ ഭക്ഷണം, അയാളുടെ ശരീരം, അയാളുടെ മനസ്സ്, കുടുംബം, അയാളുടെ ജീവിതം, അയാളുടെ സാമൂഹ്യമായിട്ടുള്ള അയാളുടെ സമ്മതി, ഇപ്പൊ അയാൾക്ക് ആ സമൂഹത്തിലുള്ള ഒരു സ്ഥാനം, അതിനെപ്പറ്റിയൊക്കെ നല്ല ബോധം വരും. അയാൾക്ക് സ്വന്തം സെൽഫ്, അതായത് സെൽഫ് എസ്റ്റീം, സ്വയം മതിപ്പുണ്ട് അയാളെ പറ്റി തന്നെ. അയാൾക്കൊരു സ്വയം മതിപ്പുണ്ട്. അതുകൊണ്ട് അയാൾ കെണിയിലൊന്നും ചെന്ന് ചാടുന്നില്ല. അതുപോലെ ചെറിയ സംഘർഷങ്ങളൊക്കെ വന്നാൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അയാൾക്കറിയാം. അയാൾ ഇങ്ങനെ നിലവിളിച്ച് നടക്കുവോ, ഇങ്ങനെ ഭയങ്കര മാനസിക സംഘർഷം കൊണ്ട് ഉറക്കം വരാതിരിക്കുക, അങ്ങനെയൊന്നുമില്ല. അയാൾക്ക് അതിനിപ്പോ അനുഭവമുണ്ട് എങ്ങനെ ഓരോ സംഘർഷങ്ങളെ നേരിടാം. അതിനാണ് സാലിയൻസ് എന്ന് പറയുന്നത്. സാലിയൻസ് എന്ന് പറഞ്ഞാല് ചില സംഗതികളൊക്കെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് ഏൽക്കൂല. അവിടെ ഒരു വലിയ തടസ്സമുണ്ട്. അയാളുടെ മനസ്സ് ആ രീതിയിലായിട്ടുണ്ട്, ഒരു പരുവപ്പെടുത്തിയ മനസ്സ്. അങ്ങനെ അവിടെ ചെന്ന് ഇടിച്ച് തകർത്ത് കളയൊന്നുമില്ല. അതിനാണ് സാലിയൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെ എല്ലാ മനുഷ്യരും ജീവിതത്തിൽ കൂടി കഠിനമായ ദാരിദ്ര്യം, കഠിനമായ അതിജീവനം, കഠിനമായ ഉപദ്രവങ്ങൾ, അടിമത്വം, ഇതൊക്കെ ചെറുതിലെ ചില മനസ്സുകളൊക്കെ കഠിനമായി ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചില മനുഷ്യകൾ ഈ ദ്രോഹമൊക്കെ ഉണ്ടായെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാനായിട്ടുള്ള തന്ത്രങ്ങൾ അവർ പഠിച്ചിട്ടുണ്ട്. അവർ അതിജീവിക്കും. അതിനാണ് സാലിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാഠിന്യമുണ്ട് ആ മനസ്സിന്, അങ്ങനെ ഒരു കാഠിന്യമുള്ളൊരു മനസ്സ്. അപ്പോ ഇതൊരു പുതിയ രീതിയിലുള്ള റിക്കവറിയാണ്. ഇത് ശക്തമായ റിക്കവറിയാണ്. അയാൾക്കറിയാം അയാളുടെ സ്വഭാവത്തിന്റെ ആരോഗ്യം. അതൊരു പുതിയ വാക്കാണ്, സ്വഭാവത്തിന്റെ ആരോഗ്യം. കാരണം ആൽക്കഹോളിസത്തിനെ ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത് മെന്റൽ ആൻഡ് ബിഹേവിയറൽ ഡിസീസ് എന്ന് പറയുന്നത്. മെന്റൽ ആൻഡ് ബിഹേവിയറൽ ഡിസീസാണ് മദ്യപാന രോഗം. അപ്പൊ അയാളുടെ ബിഹേവിയറൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത് അയാൾക്കറിയാം. കാരണം അയാൾ ജീവിതം കൊണ്ട് അത് നേരിട്ട് പഠിച്ചു. മദ്യം നിർത്തിവെച്ചു, 24 മണിക്കൂർ പ്രോഗ്രാമിൽ കൂടി മുമ്പോട്ട് പോയി. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അയാളുടെ
പെരുമാറ്റത്തിന് ആരോഗ്യം ഉണ്ടാക്കാൻ ബിഹേവിയറൽ ഹെൽത്ത് ഇങ്ങനെ ഉള്ള പെരുമാറ്റത്തിലെ തകരാറുകളെ പ്രിവെന്റ് ചെയ്യാനാണ്, അതിനെ തടഞ്ഞു നിർത്താനും, അതുപോലെ സിവിയർ ആയിട്ടുള്ള ഒരു മെന്റൽ ഇൽനെസ്സിലേക്ക് പോകാതിരിക്കാൻ ഒരു കടുത്ത മാനസികത. ഉദാഹരണം ഞാൻ പറയാം, 50 മുതൽ 60% ഈ അഡിക്ഷൻ ഉള്ള ആൾക്കാര് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ രക്ഷപ്പെട്ടു പോയാലും ഒരു 40 മുതൽ 50% ആൾക്കാർ ഒരു തരത്തിലും രക്ഷപ്പെടാതെ നടക്കുന്ന ആൾക്കാരുണ്ട്. അവരെങ്ങനെയാണെന്നറിയാം? ഇത് ഞാൻ കണക്ക് പറയണത്, ഇത് ലോകാരോഗ്യ സംഘടന പറയുന്ന കണക്കാണിത്. ഒരു ഗവേഷണത്തിൽ കൂടി പറയുന്ന കണക്കാണ്. 40 മുതൽ 50 ആൾക്കാർ വീടില്ലാത്ത രീതിയിൽ, ഒരു വീടില്ലാത്ത ആളെ പോലെ, ഒരു സഹായം ഇല്ലാത്ത ആളെ പോലെ, ഒരു പ്രതീക്ഷയില്ലാത്ത ഒരാളെ പോലെ അരഞ്ഞിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഈ റിക്കവറി ഒന്നും കിട്ടില്ല. അപ്പോ അയാൾക്ക് അവരുടെ ഉള്ളില് ചിന്തകള്, ഫീലിങ്സ്, ഓർമ്മകൾ, അവരുടെ സെൻസേഷൻസ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അത് മദ്യത്തിന്റെ ഉള്ളിൽ കൂടി തന്നെ നടന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ മറ്റു ലഹരികളിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കും, മാനസിക രോഗം അതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോകാതെ അയാൾ ചെയ്യുന്ന അയാളുടെ ഉത്തരവാദിത്വത്തിൽ പണം കൊടുക്കാനും മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാനും മറ്റു മേന്മയുള്ള ഒരു ജീവിതത്തിലേക്ക് പോകാനും അയാൾക്ക് ഇപ്പോൾ കഴിവുണ്ട്. അത് ഞാൻ പറയില്ലേ, ഹാർഡ് കഠിനമായിട്ടുള്ള ഒരു സംഗതിയാണ്. കഠിനമായിട്ടുള്ള ഒരു പാത പിന്തുടർന്നിട്ടാണ് അയാൾക്ക് എന്തുണ്ട്, കൺട്രോൾ ഉണ്ട്. കൺട്രോൾ പറഞ്ഞതാണ്, പറഞ്ഞ വാക്കിന് വിലയുണ്ട്. അയാള് വെല്ലുവിളി ഏറ്റെടുക്കേണ്ട സ്ഥലത്ത് വെല്ലുവിളി ഏറ്റെടുക്കും. ബുദ്ധിപരമായിട്ട് അയാൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. സ്വഭാവപരമായിട്ട് അയാൾക്ക് കൂടുതൽ സുഖമുണ്ട്. മനസ്സിനെ വീണ്ടും വഴങ്ങുന്ന രീതിയിലാക്കാൻ അയാൾക്കറിയാം. ചിന്തകളെ പ്രചോദിപ്പിക്കാൻ അയാൾക്കറിയാം. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇനി പറയാൻ പോകുന്നത്. അത് എന്താണെന്ന് വെച്ചാല്, അയാൾ ഇത്രയും കാലം ചുവന്നുകൊണ്ട് നടന്ന അയാളുടെ കുടുംബം അവരനുഭവിച്ച യാതനകൾ, അയാൾ ഉപദ്രവിച്ചിട്ടുള്ള ആൾക്കാർ, അയാൾ ഒരു രോഗഭാരമായിട്ട് അയാൾ അറിയാതെ ജീവിച്ച ആ കാലഘട്ടം, അയാൾ ഒരു രോഗിയായിരുന്നു. ആ രോഗം ഒരു ഭാരം അയാൾക്കുണ്ടാക്കിയിരുന്നു. അതിനേക്കാൾ ഏറെ അയാൾക്ക് സുബോധമില്ലാത്ത അവസ്ഥയിൽ ആ ഭാരം ഏറ്റവും കൂടുതൽ അയാളെന്ന ഭാരം അയാളുടെ കുടുംബത്തിനായിരുന്നു. അപ്പൊ അയാളൊരു ഡിസീസ് ബേർഡൻ ആയിരുന്നു. ആർക്ക്? അയാളെ കൂടെ ജീവിച്ച അച്ഛനമ്മ, സഹോദരങ്ങള്, ഈവൻ അയാളുടെ സുഹൃത്തുക്കൾ പോലും, നല്ല സുഹൃത്തുക്കൾ, അയാൾ മെച്ചപ്പെടണമെന്ന് ആഗ്രഹിച്ച അയാളുടെ സുഹൃത്തുക്കൾക്ക് പോലും അയാൾ ചെയ്യാതിരുന്ന ജോലിയൊക്കെ ചെയ്ത് അയാളെ സഹായിച്ച ആ ജോലി സ്ഥലത്തെ ആ സുഹൃത്തുക്കൾ പോലും ആ രോഗഭാരത്തിൽ നിന്ന് അത് അവരനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത്, അങ്ങനെ ഒരു രോഗഭാരം അവരനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു ധാരണ അത് അയാൾക്കുണ്ട്. ഇപ്പോൾ അത് അയാളുടെ റിക്കവറിയുടെ ഒരു മെച്ചാണ്. അതിനെപ്പറ്റി അയാൾക്ക് അവരോട് ഉള്ളിന്റെ ഉള്ളിൽ നന്ദിയുണ്ട്, കൃതജ്ഞതയുണ്ട്. ആ രീതിയിൽ അയാൾ പെരുമാറുന്നുണ്ട്. അങ്ങനെയാണ് അയാൾ എളിമയും വിനയമൊക്കെ ഉണ്ടായി ജീവിക്കുന്നത്. ഇതാണ് ശരിക്കുള്ള റിക്കവറി മോഡൽ. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ റിക്കവറി മോഡൽ ഇതാണ്. അത് ഒന്നും കൂടി ഞാൻ പറയുകയാണ്. എന്തൊക്കെയാണ് അയാൾക്ക് ഒരു മനസ്സ് അനുഭവങ്ങൾ കൊണ്ടൊരു കാഠിന്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ അത് തൊട്ട കുട്ടുന്ന ഒരു സാധനമല്ല. അയാൾക്ക് സ്വീകാര്യതയുണ്ട്, അയാൾക്ക് പ്രതീക്ഷയുണ്ട്. അയാളിപ്പോ ഒരു മാസ്റ്ററാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ. എഫിക്കസി, സെൽഫ് എഫിക്കസി, അയാളുടെ മനസ്സിൽ ശരിക്കും എഫിഷ്യന്റ് ആണ്. അതുപോലെ ഒരു കൂട്ടം ആൾക്കാർ ചേർന്നാലേ
എല്ലാം ശരിക്ക് പ്രവർത്തിക്കുള്ളൂ അയാൾക്ക് ഇപ്പം അറിയും. അയാൾ ഒറ്റയ്ക്കൊന്നും ശ്രമിച്ചാൽ പോലും ഒരു ഗ്രൂപ്പ്, ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് കാര്യങ്ങൾ മെച്ചപ്പെടുന്ന അയാൾക്ക് ഇപ്പൊ അയാൾക്ക് അങ്ങനെയുള്ള അഹങ്കാരമൊന്നുമില്ല, അഹന്തയൊന്നുമില്ല. ഞാൻ മാത്രം ശരിയായാലും എത്രയോ ഗ്രൂപ്പുകളിൽ ചില ആൾക്കാരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു. ഒരു ഗ്രൂപ്പ് തന്നെ പൊളിച്ചു കളഞ്ഞ എത്ര ആൾക്കാരുണ്ട്. അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ മാത്രം ചെയ്താലേ ശരിയാവുള്ളൂ, ഞാനാണ് സംഭവം, ഞാൻ അങ്ങനത്തെ അഹന്തയൊന്നുമില്ലാതെ എല്ലാവരും കൂടി ചെയ്താലേ ശരിയാവുള്ളൂ എന്നുള്ള ഒരു ധാരണയായിട്ടുണ്ട്. ആ ഒരു കഴിവുണ്ട്, അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ അങ്ങനെ സ്വന്തം ഫാമിലിയെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടറിയാം. അപ്പൊ ഇതാണ് ഒരു റിക്കവറി. അപ്പൊ ഈ റിക്കവറിക്കൊക്കെ വലിയ തടസ്സം നിൽക്കുന്ന ഒരു അവസ്ഥയാണ് മാനസികമായിട്ടുള്ള ചില അസുഖങ്ങൾ, ചില തരത്തിലുള്ള വൈകല്യങ്ങൾ. അതിലേറ്റവും കൂടുതൽ ഞാൻ കാണുന്നത് വയലൻസ് ആണ്. വയലൻസിനുള്ള സാധ്യത എപ്പോഴും നമ്മൾ വലിയ കരുതലാണ്. വയലൻസ് ഇപ്പൊ ഒരാൾ രോഗിയായി അങ്ങനത്തെ ഒരു മാനസിക പെരുമാറ്റ വൈകല്യ രോഗത്തിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാലുള്ള ഒരു വലിയ പ്രശ്നം വയലൻസ് ആണ്. ഈ വയലൻസ് എപ്പോഴാണ് വരുന്നത്? അത് ഏതവസ്ഥയാണ് നമ്മൾ നിൽക്കുന്നത് ഒന്നും നമുക്കറിയാൻ പറ്റാത്ത ചില സന്ദർഭങ്ങളുണ്ട്. അത് പ്രത്യേകിച്ച് മാനസിക രോഗങ്ങൾ വന്നാൽ, മദ്യാസക്ത രോഗത്തിലൂടെയുള്ള മാനസിക രോഗമുണ്ട്. അത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആൽക്കഹോൾ ഇൻഡ്യൂസ് ഡിസോർഡർ. അത് വളരെ ശക്തമായ ഒരു രോഗാവസ്ഥയാണ്. അതിന് ശരിക്കും മരുന്ന് കൊണ്ടുള്ള ചികിത്സ ഉണ്ടെങ്കിൽ അത് വേണം. അതിനോടൊപ്പം തന്നെ പ്രോഗ്രാം വേണം. അതുപോലെ റിക്കവറിയുടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് ഈ വയലൻസിൽ നിന്ന് നമ്മൾ ഒഴിവായി നമുക്കൊരു ജീവിതം തിരിച്ചു കിട്ടുള്ളൂ. ഈ വയലൻസിന്റെ പ്രധാന കാരണം തലച്ചോറിന്റെ ഡാമേജാണ്. അതാണ് ഈ ഇംഗ്ലീഷിൽ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് ബ്രെയിൻ ഡിസീസ്. മദ്യം തലച്ചോറിൽ ഉണ്ടാക്കിയ തലച്ചോറിന്റെ രോഗം അല്ലെങ്കിൽ മാനസിക രോഗം. അത് പ്രധാനമായിട്ടും തലച്ചോറിലെ ഈ ഫ്രോണ്ടൽ ലോബ് എന്ന് പറഞ്ഞ ഏറ്റവും മുൻപിലുള്ള നമ്മളെ സാമൂഹ്യ ബന്ധങ്ങള്, നമ്മളെ സഹാനുഭൂതി, നമ്മളെ അനുതാപം, കരുണ, സ്നേഹം, ഇതിനൊക്കെ കൈകാര്യം ചെയ്യുന്ന തലച്ചോറിന്റെ ഭാഗമാണ് ഫ്രോണ്ടൽ ലോബ്, ഏറ്റവും ഫ്രണ്ടിലുള്ള തലച്ചോറിന്റെ ഭാഗം. ഈ തലച്ചോറിന് കേടുപറ്റിയ കടുത്ത മാനസിക രോഗങ്ങൾ ഉണ്ടാകും. അതിന് ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറഞ്ഞാൽ ഈ PFC എന്ന് പറഞ്ഞ ആ പ്രത്യേക ഭാഗം, അവിടെയാണ് ഏറ്റവും കൂടുതൽ വയലൻസ് ഉണ്ടാകാനുള്ള കാരണം. ഈ വയലൻസ് വരുന്നത് പ്രധാനമായിട്ടും ഷിസോഫ്രീനിയ. ഷിസോഫ്രീനിയ എന്ന് പറഞ്ഞ ഒരു മാനസിക രോഗം മദ്യം കഴിച്ചിട്ട് മദ്യം ഇൻഡ്യൂസ് ചെയ്യും. ഷിസോഫ്രീനിയ കടുത്ത മാനസിക രോഗമാണ്. പക്ഷെ പല ആളുകൾ ഇതൊക്കെ പറഞ്ഞ് വിശ്വസിക്കില്ല. അയാൾ അതിനെ ചികിത്സിച്ച് രക്ഷപ്പെട്ടാൽ മാത്രമേ ചിലപ്പോൾ അയാൾ വിശ്വസിക്കുള്ളൂ. അത്ര മാനസിക രോഗമുണ്ട്. അപ്പൊ ഈ ഗ്രൂപ്പിൽ പോകുന്നതിന്റെ ഏറ്റവും വലിയ മഹത്തായ നേട്ടം എന്താണെന്നറിയോ? ഏറ്റവും മഹത്തായ നേട്ടം ഈ മാനസിക രോഗത്തിൽ നിന്ന് ഒഴിവായി ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അത് പ്രോഗ്രാമിന്റെ 24 മണിക്കൂർ പ്രോഗ്രാമില് ഈ തലച്ചോറിലുള്ള ആഘാതം കുറയും, സമയം കഴിയുന്തോറും കൂടുതൽ മെച്ചപ്പെടും, സ്വയം മെച്ചപ്പെടുത്താനും സാധിക്കും. അതാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിന്റെ ഡാമേജ് കുറയും. അത് 3 തരത്തില് അത് വരും. ഇമ്പൾസീവ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക. എവിടുന്ന് വന്ന് വീടെന്നറിയില്ല വയലൻസ്. നിങ്ങൾ TV കാണുന്നതും ഈ പത്രത്തിൽ വരുന്നതും ഒക്കെ പല ആൾക്കാരും അവരങ്ങനെ ജനിച്ചു വീഴുന്നൊന്നുമല്ല. പല ആൾക്കാരും അഡിക്ഷന്റെ ഉള്ളില് 4-5 വസ്തുക്കളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഒക്കെ ഉള്ളില് ഈ ബ്രെയിൻ അങ്ങോട്ട് കേട് വന്നിട്ട് ഇമ്പൾസീവ് ആവും. ഇമ്പൾസീവ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം. അതാണ് അയൽവക്കത്തെ വീട്ടിലെ 2-3 പേരെ അവിടെ കയറി കഴുത്ത് വെട്ടിക്കൊല്ലുക എന്ന് പറയും. ഇമ്പൾസീവ്.
ഇമ്പൾസീവ് ആവും അല്ലെങ്കിൽ കമ്പൾസീവ് ആവും. കമ്പൾസീവ് എന്ന് പറഞ്ഞാൽ നിർബന്ധം എപ്പോഴും മനസ്സിലുണ്ടാവുന്ന കൊല്ലണം കൊല്ലണം കൊല്ലണം. ഒന്ന് പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് ശരിയാവുന്നതാണ്, മറ്റേ കമ്പൾഷൻ. അങ്ങനെ നിർബന്ധം വന്നുകൊണ്ടിരിക്കുകയാണ്, ഫോഴ്സ് ചെയ്യുകയാണ്, കൊല്ലണം കൊല്ലണം. അപ്പൊ 5 പേരെ കൊല്ലലെടുത്ത് അത് കമ്പൾസീവ് ആണ്, കമ്പൾഷൻ. അത് 5 പേരെയും കൊന്നാലേ അതിന് ആ നിർബന്ധം തീരുള്ളൂ, കമ്പൾഷൻ. അപ്പൊ ഇമ്പൾസീവ് ആയിട്ടുള്ള അഗ്രഷൻ, വയലൻസും കമ്പൾസീവ് ആയിട്ടുള്ള അഗ്രഷൻ. അത് കൂടാതെ ഈ സൈക്കോട്ടിക് എന്ന് പറഞ്ഞാൽ മാനസിക രോഗിയെ പോലെ, മാനസിക രോഗത്തിന്റെ ഉള്ളിൽ അതൊരു 17% ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരുണ്ട്. അതിലൊരു 29% ആൾക്കാർ ഒരു ഇരയെ കാത്തിരുന്ന് അവസരം കിട്ടുമ്പോൾ ചാടി വീണ് പതിയിരുന്ന് കൊല്ലുന്ന പരിപാടി. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ പറയുന്നതാണ്. 29% ഇരയെ കാത്തിരുന്ന് പതിയിരുന്ന് കൊല്ലുകയാണ്. 54% ഇമ്പൾസീവ് ആണ്, ഏറ്റവും കൂടുതൽ ഇമ്പൾസീവ് ആണ്, പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് പെട്ടെന്ന് വയലൻസ് നടക്കും ആൾക്കാരാണെങ്കിൽ. ഒരു 17 പേര്, നൂറിലൊരു 17 പേര് ഇങ്ങനെ മാനസിക കുഴപ്പമുണ്ട്. അധ്യാപകൻ മറ്റു ഡോക്ടറൊക്കെ ഒന്നില്ലേ, അത് സൈക്കോട്ടിക് ആണ്. പ്രിഡേറ്ററി, അതായത് ഇവയെ കാത്തിരുന്ന് കൊല്ലുന്ന പരിപാടിയുണ്ട്, അത് 29%. ഇത് എവിടെയൊക്കെ നടക്കാം, ഇങ്ങനത്തെ വയലൻസ് എവിടെ വേണേൽ നടക്കാം. ജോലി സ്ഥലത്ത് നടക്കാം, സ്വന്തം വീട്ടിൽ നടക്കാം, ഒരു ആശുപത്രിയുടെ ഉള്ളിൽ കിടക്കുമ്പോൾ നടക്കാം. അങ്ങനെ പല സ്ഥലത്തും വെച്ചാൽ നടക്കാം. അതിന് ചില ആളുകൾക്ക് പേഴ്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ അവൻ എന്നെ കൊല്ലാൻ വരുവാണ്, അതുകൊണ്ട് എനിക്ക് അവനെ കൊല്ലണം, അങ്ങനെയുള്ള ചിന്തയായിട്ട് നടക്കുന്നവരുണ്ട്. അതുപോലെ പ്രതികാരം, എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നു, എന്നെ ഉപദേശിക്കുന്നു, എന്നെ ഇങ്ങനെ നിയന്ത്രിക്കാൻ നോക്കുന്നു, കൊല്ലണം. അതാണ് റിവെഞ്ച്. അത് കൂടുതലും സ്വന്തക്കാരോടാണ്, സ്വന്തക്കാരെ കൊല്ലുക, അത് പരിപാടിയാണ്. പിന്നെ വേറെ ചില ആൾക്കാർക്ക് ലഹരി ഉപയോഗിക്കുമ്പോൾ, മദ്യം അല്ലെങ്കിൽ മറ്റു ലഹരി ഉപയോഗിക്കുമ്പോഴത്തേക്കും ഒരു ഡ്രാമയിൽ അഭിനയിച്ച പോലെയാണ്, എന്തോ ഒരു കഴിവ് തെളിയിച്ച ഒരു നടനെ പോലെ ഡ്രമാറ്റിക് ആവുക. അല്ലെങ്കിൽ പൊതുജനത്തിനെ ഒന്ന് കാണിച്ചു കൊടുക്കുക, എന്റെ ധൈര്യം, എന്റെ ചങ്കൂറ്റം, എനിക്ക് എന്തും ചെയ്യാൻ കഴിവുള്ളവരാണെന്ന് കാണിച്ചു കൊടുക്കുക. അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്. ഇവന്റെയൊക്കെ തലച്ചോറിലെ സീറോട്ടോണിൻ എന്ന് പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റർ കുറവാണ്, ഡോപ്പമിനും കുറവാണ്. അപ്പൊ ഷിസോഫ്രീനിയ, ബൈപ്പോളർ ഡിസീസ്, പ്രതീക്ഷയില്ലായ്മ, എപ്പോഴും സംഘർഷം, അതുപോലെ ഡിപ്രഷൻ, കടുത്ത ഡിപ്രഷൻ വന്നിട്ട് ചെയ്യുന്ന പരിപാടി. അത് നല്ലതല്ലേ, ഈ രോഗഭാരം കൊടുക്കുന്നു, രോഗഭാരമല്ല മരണം കൊടുക്കലാണ്. കടുത്ത ഡിപ്രഷൻ വന്നാൽ ഹോമിസൈഡ് സൂയിസൈഡ് എന്ന് പറയുന്ന പരിപാടിയുണ്ട്. ഹോമിസൈഡ് സൂയിസൈഡ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അവൻ ഭയങ്കര ഭീകരനാണ്, വാസ്തവത്തിൽ അവൻ ഡിപ്രഷൻ, വിഷാദ രോഗത്തിന്റെ ഉള്ളില് അവന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാതെ അവസാനം അവൻ കാണുന്ന ഒരു പ്രതിവിധിയാണ് എന്താണ്, എല്ലാവരും കൊന്നിട്ട് മരിക്കുക. അതാണ് ഹോമിസൈഡ് സൂയിസൈഡ്. കിൽ ദ എൻ്റയർ ഫാമിലി, എല്ലാ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരും കൊല്ലുക, എന്നിട്ട് മരിക്കുക, ഫാമിലി സൂയിസൈഡ്, മാസ് മർഡർ. ഇതെല്ലാം ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര സംഭവങ്ങളിൽ നിന്ന് ഒരു മൈൽഡ് ആയിട്ടുള്ള അവസ്ഥയിൽ ഒരു മദ്യപാന രോഗത്തില് പ്രവേശനം കിട്ടി അധികം വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ ഗ്രൂപ്പിൽ വന്ന് ഗ്രൂപ്പിനെ ഉപയോഗിച്ച് രക്ഷപ്പെടുവാണെങ്കിൽ റിക്കവറിക്ക് ഒരു മേന്മ ഉണ്ടാവും. നല്ല രീതിയിൽ 12 പടികളും 12 പാരമ്പര്യങ്ങളും കുറെ അനുഭവങ്ങളുള്ള സുഹൃത്തുക്കളും അതിൽ കൂടി മെച്ചപ്പെടാൻ പറ്റും, സംശയമൊന്നുമില്ല. അല്ലാതെ ആ ജീവിതത്തെ അങ്ങനെ
ഒരു പ്രാപ്തി ഉണ്ടാക്കിയിട്ട് തിരിഞ്ഞു നോക്കുക, അന്തം വിട്ടു പോകും. ഞാൻ വന്ന വഴി എന്തായിരുന്നു, ഞാൻ എത്ര ഭയങ്കര ഭീകരമായ ഒരു വഴി കൂടി ഞാൻ വന്നത്, ഇപ്പൊ ഞാൻ എങ്ങനെയായി. അതാണ് ഞാൻ പറഞ്ഞ റിക്കവറി മോഡലിന്റെ ഗുണം. അപ്പൊ ഇങ്ങനെയുള്ള ഭീകരമായിട്ടുള്ള മാനസിക രോഗത്തിൽ നിന്നും പെരുമാറ്റ രോഗത്തിൽ നിന്നൊക്കെ ശിക്ഷകളുടെ ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ഈ പ്രോഗ്രാം. അത് അതിന് അതിൻ്റെതായിട്ടുള്ളൊരു വിലയുണ്ട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ. ഈ ലഹരി വസ്തുക്കളായിട്ട് ചില ആൾക്കാർ വിചാരിക്കുന്നത് താനൊരു വലിയ പ്രേമബന്ധത്തിലാണ് അതിന് എന്ത് ത്യാഗം ചെയ്യും. താനൊരു പ്രേമം, ലഹരി വസ്തുക്കളോട് ഒരു ഭയങ്കര പ്രേമം, ഒരു സെന്റിമെന്റാലിറ്റി ഭയങ്കര. ചില ആൾക്കാർ ഭയങ്കര സെന്റിമെന്റലായി കാണുന്നില്ലേ. അതിപ്പോ അവരെ സംബന്ധിച്ചുള്ള അവരുടെ കുടിക്കുന്ന കൂട്ടുകാർ ഭയങ്കര ബന്ധമാണ്, രക്തബന്ധത്തെക്കാൾ ഭയങ്കര ബന്ധമാണ്, സെന്റിമെന്റലാണ്, ന്യൂറോട്ടിക്കാണ്. ന്യൂറോട്ടിക് എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അർത്ഥമില്ലാത്ത ആവർത്തനം, പ്രൊജക്ഷൻ, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഈഗോയിസം, ഷോമാൻഷിപ്പ്, കാണിച്ചു കൊടുക്കൽ, സാമൂഹ്യ വിരുദ്ധ സ്വഭാവം, അതിലൊക്കെ തനിക്ക് കഴിവ്, അബിലിറ്റി, എന്റെ കഴിവാണിത്, എന്റെ കപ്പാസിറ്റിയാണ്, ഞാൻ ഭയങ്കര സംഭവമാണ്. അപ്പൊ ഒന്നിനു പകരം ഒത്തിരി സാധനങ്ങളൊക്കെ വേണ്ടി ഒന്ന് ഉപയോഗിക്കാം. അങ്ങനെ ഞാൻ ഈ സാധനമായിട്ട് ഞാൻ പ്രേമബന്ധത്തിലാണ്. അപ്പോ അതിന് എന്നെ വശീകരിക്കുന്ന എന്താണ്? സെഡേഷൻ, എന്നെ മയക്കിടത്തും, ഹലൂസിനേഷൻ, എനിക്ക് ഞാൻ അനുഭവിക്കാത്ത ചില അശരീരികൾ, ചില ശബ്ദങ്ങൾ, ചില കാഴ്ചകൾ, അതിലേക്ക് എന്നെ കൊണ്ടുപോകും. എന്നെ അതിര് കടന്ന സന്തോഷത്തിലേക്ക്, അതിർത്തിയില്ലാത്തൊരു സന്തോഷത്തിലേക്ക് കൊണ്ടുപോകും. അതാണ് ഈ എക്സ്റ്റസി എന്ന് പറയുന്ന സാധനം. MDMA എക്സ്റ്റസി ഉണ്ടാക്കുന്ന സാധനമാണ്. അതിര് കടന്ന അങ്ങേയറ്റത്തെ സന്തോഷം, സാധാരണ സന്തോഷത്തിന്റെ അപ്പുറത്താണത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ലവ് അഫെയർ ലഹരി വസ്തുക്കളായിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ അത് നമുക്കിപ്പോ അത് ഓരോ ആൾക്കാരും എങ്ങനെയാണോ കരുതുന്നത് അതനുസരിച്ചിരിക്കും. പിന്നെ പല ആൾക്കാരും ഓരോ ലഹരി വസ്തുവിനെ വില കുറച്ച് കാണുന്നുണ്ട്. വില കുറച്ച് അത് നിസ്സാര, അത് ഉപയോഗിച്ച സംഭവം. ഉദാഹരണം കന്നാബിസ് സംഗതിയാണ്. പിന്നെ ഒരാൾക്കും അയാളൊരു പാവമാണ്, ഒരു നിസ്സാര സാധനമാണ് എന്നൊക്കെ പറഞ്ഞ് കരുതുന്നുണ്ട്. പക്ഷെ ഒരു കഞ്ചാവുകാരൻ ചെയ്യുന്ന കാര്യം, ഞാൻ കഞ്ചാവ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരാളായി കഴിഞ്ഞാൽ അവനിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് സ്വയം ചിരിച്ചോണ്ടിരിക്കുക, ഇങ്ങനെ ഇങ്ങനെ കൊച്ചുകുട്ടികളും ചിരിക്കുന്ന പോലെ ഇങ്ങനെ. അത് കൊച്ചുകുട്ടിയാവുകയാണ്, അവൻ ചിരിച്ചോണ്ടിരിക്കുന്നു. അവന് എന്തോ ആശ്വാസം കിട്ടുന്ന പോലെ അവിടെ ഇരിക്കാം, ഒറ്റ ഇരിപ്പാണ്. അവന് സമയം ബോധമില്ല, എത്രയായി സമയം, ഇനി എന്താണ് അടുത്ത എന്ത് ജോലി ചെയ്യണം, ഇന്നത്തെ ഒരു ദിവസം ജീവിക്കാൻ ഞാൻ എന്ത് പണി ഇനി ചെയ്യണം, സമയബോധമില്ല. അവനും മായ കാഴ്ചകളൊക്കെ ഉണ്ടാവും. ആ മായ കാഴ്ചകളിൽ ചിരിക്കാനുണ്ടാവും, കരയാനുണ്ടാവും, അത്ഭുത ലോകങ്ങൾ, അത്ഭുത ജീവികൾ ഒക്കെ ഉണ്ടാവും. അങ്ങനെ തളർന്ന് മയങ്ങി ഉറങ്ങിക്കിടക്കുന്ന ഒരുത്തൻ. എന്ത് സംഭവമാണോ, സംഗതി നിസ്സാരാണ്, പക്ഷെ എന്ത് സംഭവമാണോ. അപ്പൊ ആൾക്കാർ വിചാരിക്കുന്ന ഇങ്ങനെയൊക്കെയാണ്, ഒക്കെ സാധാരണ പാവം. ഞാൻ പറയുന്ന ഈ മദ്യാസക്ത രോഗത്തോടൊപ്പം തന്നെ മറ്റ് ലഹരി സാധനങ്ങളും അതൊക്കെ തന്നെ ഒരു ജീവിതം ഇല്ലാത്തൊരു മാനസിക രോഗാവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. തലച്ചോറിന്റെ ഹയർ ബ്രെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഔന്നത്യമുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവർക്കും അറിയാം. ചിന്തകള്, സ്വയം രക്ഷിക്കുന്ന ചിന്തകൾ, തോന്നലുകൾ, വികാരങ്ങൾ,
സ്വഭാവ രീതി. അത് മോശമാകുമ്പോൾ, അത് ആവർത്തിച്ച് മോശമാവും അനിയന്ത്രിതമാകുമ്പോഴാണ് അഡിക്ഷൻ എന്ന് പറഞ്ഞ രോഗത്തിലേക്ക് നമ്മൾ കയറി പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ എല്ലാ ലഹരി സാധനങ്ങളെയും വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കരുതേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ എല്ലാവർക്കും വളരെ മേന്മയുള്ള ഒരു ജീവിതം, അതായത് ആൽക്കഹോളിക് അനോണിമസിന് ശരിയായിട്ട് ഉപയോഗിക്കാം. ആ ഉപയോഗം ഒരു 24 അവർ പ്രോഗ്രാമാണെന്ന് പറഞ്ഞു. ആ 24 hours തന്നെ ഒരു ചിട്ടയും ഒരു അടുക്കും ചിട്ടയും ഒരു മേന്മയുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, പഴയ കാലത്തൊക്കെ ഒരു ഫിസിക്കൽ മീറ്റിങ്ങിന് ഒരാൾ ചെല്ലുവാണെങ്കിൽ ആ മീറ്റിങ്ങിൽ അത് സെക്രട്ടറി പറയും, പരിചയപ്പെട്ട് ഒരു ഹസ്തദാനോ ഒരു ഹഗിങ്, ഒരു ആലിംഗനമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അയാളോട് പറയുന്നത് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം, കസേരയൊക്കെ എടുത്ത് ആളുകൾ വരുമ്പോൾ അവർക്കൊരു സീറ്റ് എവിടെയാണ് ഇരിക്കേണ്ടത് അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. അങ്ങനെ ആൾക്കാരുമായിട്ടൊന്ന് പരിചയം വരണം. അവർ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇതുപോലെ തന്നെ ഈ 24 hour പ്രോഗ്രാം വീട്ടിൽ തന്നെ തുടങ്ങുന്ന ഒരാൾ ചെയ്യേണ്ടത് വാസ്തവത്തിൽ രാവിലെ നേരത്തെ എഴുന്നേക്കാൻ നോക്കണം. അയാളുടെ ബെഡൊക്കെ അയാൾ തന്നെ ഷീറ്റൊക്കെ വിരിച്ച് അയാളുടെ മുറിയൊക്കെ വൃത്തിയാക്കി, അയാളുടെ കക്കൂസുകളൊക്കെ അയാൾ തന്നെ വൃത്തിയാക്കി, അയാളുടെ അതിൻ്റെ മുറിയുടെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ അയാൾ അടുക്കി വെച്ച് വൃത്തിയാക്കി, അടിക്കേണ്ടതാണെങ്കിൽ അടിച്ച്, വേസ്റ്റ് സാധനങ്ങളൊക്കെ അയാൾ തന്നെ ഡിസ്പോസ് ചെയ്ത്, പിന്നെ അയാൾ വീട്ടിലെ ചില കാര്യങ്ങളൊക്കെ അയാൾ ഈവൻ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ അയാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നൊക്കെ ഹെൽപ്പ് ചെയ്യുക, അയാൾ സാധനങ്ങൾ വാങ്ങിക്കുന്നെങ്കിൽ അതൊക്കെ കൃത്യമായിട്ടൊക്കെ ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള 24 hour പ്രോഗ്രാമിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ശരീരത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക, വ്യായാമം ചെയ്യുക, നടത്തം ഏറ്റവും നല്ലൊരു വ്യായാമം, നല്ല ഭക്ഷണം. ഈ പോഷകാഹാരമുള്ള ഭക്ഷണം കഴിക്കുന്നത് മദ്യപാന രോഗത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. നല്ല വെജിറ്റബിൾസ്, ഫിഷ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുക. കാരണം വെച്ചാൽ പലപ്പോഴും ഈ ദാരിദ്ര്യമുള്ള കുടുംബത്തിലൊക്കെ മാനസിക രോഗങ്ങൾ വളരെ കൂടുതലായിരുന്നു. ഇന്ന് അതിന്റെ കാരണമൊക്കെ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. വളരെ അതികഠിനമായ ദാരിദ്ര്യം ഉണ്ടായിരുന്ന കുടുംബത്തിൽ മാനസിക രോഗം കൂടുതലായിരുന്നു. പലരും നേരത്തെ തന്നെ മരിച്ചുപോയി. കുടുംബനാഥനും മരിച്ച്, കൂടെ ജീവിച്ച ദാരിദ്ര്യം കൊണ്ടും രോഗം കൊണ്ടും പകർച്ചവ്യാധികൾ കൊണ്ടും ക്ഷയരോഗം കൊണ്ടും ഒക്കെ കണ്ടമാനം മരിച്ചുപോയി. പഴയ സംഗതി ഞാൻ പറയുന്നത്. അതിൽ പ്രധാന കാരണം അറിയോ, പോഷകാഹാരമുള്ള ഭക്ഷണമൊന്നും അവർ കഴിച്ചിട്ടില്ല. അവർക്ക് കുറച്ച് കഞ്ഞി, കുറച്ച് കപ്പ, ഇങ്ങനെയൊക്കെ സാധനം മാത്രം കഴിച്ചവർ ജീവിച്ചു. അവര് തലച്ചോറിന് വേണ്ട പോഷക ഭക്ഷണം അവര് സ്വന്തം ഒരു ജോലി കണ്ടുപിടിച്ച സമയത്ത്, കഴിവുണ്ടായ സമയത്താണ് അവർ കഴിക്കാൻ തുടങ്ങിയത്. അവരുടെ കുട്ടികൾക്ക് ചിലപ്പോൾ ശരിക്കും വിദ്യാഭ്യാസം കിട്ടാതിരിക്കാൻ ഒരു കാരണം ഈ പോഷക ദാരിദ്ര്യം കൊണ്ടാണ്. കാരണം ഈ തലച്ചോറ് ശരിക്കും പ്രവർത്തിക്കണമെങ്കിൽ വൈറ്റമിൻ B1, B6, B12, വൈറ്റമിൻ ഇ, ഫോളിക് ആസിഡുകൾ, ഇങ്ങനെയൊക്കെയുള്ള വൈറ്റമിൻസ് ഒക്കെ ശരീരത്തിൽ പോഷക ഭക്ഷണം വേണം. ഈ ഭക്ഷണത്തിനൊക്കെ ഭയങ്കര വിലയാണ്. ഒരു കോഴിമുട്ട ചിലപ്പോൾ വീട്ടിലെ കോഴിയുടെ മുട്ട കഴിച്ചാൽ മതി, പക്ഷെ ആ മുട്ട കൊണ്ട് വിറ്റിട്ട് പൈസ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പൈസ. അപ്പൊ മാംസം അല്ലെങ്കിൽ മത്സ്യം കേരളത്തിലെ ആൾക്കാർക്ക് എന്തോ ഭാഗ്യം കൊണ്ട് പണ്ട് കാലത്ത് ചെറിയ വിലക്കൊക്കെ മത്സ്യം കിട്ടിയതുകൊണ്ട് കുറെ ആൾക്കാർക്കൊക്കെ ഈ പോഷകാഹാരത്തിന്റെ കുറവ്, ഈ മത്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അതുപോലെ കപ്പ ഒരു നല്ല ശതമാനം ആൾക്കാരെ രക്ഷിച്ചിട്ടുണ്ട് മരിക്കാതിരിക്കാൻ വേണ്ടി. പിന്നെ കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു കാലഘട്ടമായിരുന്നു അത്. ഒരു ദിവസം ഭക്ഷണം കഴിച്ച് ജീവിക്കണമെങ്കിൽ അന്ന് കഠിനാധ്വാനം ചെയ്യേണ്ട ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനത്തെയുള്ള കേരളത്തില് ഈ വിദ്യാഭ്യാസം
അറിവുമൊക്കെ കിട്ടി. പക്ഷെ ഇവിടെ ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ അറിവില്ലായ്മ, ഏറ്റവും വലിയ ദാരിദ്ര്യം ഇങ്ങനത്തെ ഈ വലിയ രോഗത്തിൽ ചെന്ന് ചാടിയതാണ്. നല്ലൊരു ശതമാനം ആൾക്കാർ വിദേശത്ത് പോയിട്ടും പല ആൾക്കാരും ആ രോഗാവസ്ഥയിൽ ജീവിക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ട്. അത് വലിയൊരു സംഭവമാണ്. പണ്ട് ഡോക്ടർ ഫാദർ ഷൂമാർക്കർ എന്താണ് ചെയ്തത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ? അതാണ് വാസ്തവത്തിൽ ഒരു 24 hour പ്രോഗ്രാമിൽ വേണ്ടത്. അടുക്കും ചിട്ടയുള്ളത് ഒരു ജീവിതം, ഒരു ജീവിത ശൈലി, അതാണ് അദ്ദേഹം പഠിപ്പിച്ചത്. അദ്ദേഹമാണ് ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 6 പടികൾ എഴുതിയത് അദ്ദേഹമാണ്. അപ്പൊ അങ്ങനെയുള്ള പുരോഹിതന്മാരൊക്കെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അവർ ചെയ്ത ത്യാഗങ്ങള്, ഡോക്ടർ ബോബ് ചെയ്ത റിക്കവറി, അതുപോലെ അതിനുശേഷം ചെയ്ത ത്യാഗങ്ങള്, ബിൽ വിൽസൺ ഉടനീളം തന്റെ ജീവിതത്തില് അതിതീക്ഷ്ണ ബുദ്ധിയോടുകൂടി വലിയ തത്വദർശനങ്ങൾ അടങ്ങിയിട്ടുള്ള പുസ്തകങ്ങൾ വരെ വായിച്ച് അദ്ദേഹം ഈ പ്രോഗ്രാം നിലനിർത്തി. ഇനിയിപ്പോ ജനിക്കാനിരിക്കുന്ന ആളുകളും ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒക്കെ ഒരു വലിയ താങ്ങും തണലുമായിട്ട് അദ്ദേഹത്തിന്റെ ഈ 12 സ്റ്റെപ്പ് പ്രോഗ്രാം, അതൊക്കെ ഒരു അത്ഭുതമാണ്. അത് മനസ്സിലാക്കാൻ അതിൽ കൂടി അറിവ് കുറച്ചാൾ കൊടുക്കാനും അതൊരു വലിയൊരു സംഭവമായിട്ട് ഞാൻ കണക്കാക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അപ്പോൾ അതിന് സഹായിച്ചത് നിങ്ങളാണ്. നിങ്ങൾ എന്നെ കേട്ടത് കൊണ്ടാണ് എനിക്ക് അത് കിട്ടിയത്. ഞാൻ പറയുന്നു, ഞാൻ പഠിച്ചിട്ടുള്ള വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അതിനെ ഏറ്റവും അധികം വെല്ലുവിളിക്കുന്ന പുസ്തകമാണ് ബിഗ് ബുക്ക്. ഞാൻ ഈ ആൽക്കഹോളിസത്തെ പറ്റിയുള്ള ഒരു വലിയ പുസ്തകം വായിച്ചിട്ട് അതിന്റെ മുഖവുര, അതിന്റെ പ്രീഫേസ് വായിച്ചപ്പോഴത്തേക്കും അതിലെഴുതികൾ എന്താ പറയുക, there is no other text more than the ബിഗ് ബുക്ക്. ബിഗ് ബുക്കിനേക്കാളും വലിയൊരു ടെക്സ്റ്റ് ആൽക്കഹോളിസത്തിന് ആവശ്യമില്ലെന്നാണ് ആ വലിയ ശാസ്ത്ര ഗ്രന്ഥം എഴുതിയ ആൾ പോലും പറഞ്ഞത്. കാരണം അതിലെല്ലാം ഉണ്ട്. പക്ഷെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അറിവാണ്. അറിവെന്ന് വെച്ചാൽ അഗാധമായിട്ടുള്ള അറിവാണ്, കാര്യകാരണ സഹിതമുള്ള അറിവാണ്. അതൊക്കെ കുറച്ച് പങ്കുവെക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഡോക്ടർ. താങ്ക് യു വെരി മച്ച് ഡോക്ടർ. ഇത്ര നേരം സംസാരിച്ച കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അതായിരിക്കും മുമ്പിട്ട് ഒന്ന് കൂട്ടിച്ചേർക്കുക. നിങ്ങൾക്ക് ഇതിനോട് അനുബന്ധിച്ചേർന്ന എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തുറന്നു പറയാം. ഡോക്ടർ, ഡോക്ടർ പറഞ്ഞിട്ടൊരു കാര്യം എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പോയി. ഞാനത് സുഹൃത്തുക്കളെ, ഞാൻ രാവിലെ മദ്യാസക്തൻ, ദൈവാനുഗ്രഹത്താലും 7 ദിവസം സഞ്ചരിക്കുന്ന ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ബിനു. ഞാൻ ഈ പറഞ്ഞൊരു ഡോക്ടർ പറഞ്ഞൊരു അവസ്ഥയിലൂടെ തന്നെ കടന്നു പോയ ഒരാളാണ്. കാരണം എനിക്ക് ഡിപ്രഷനായിരുന്നു ആദ്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവം. അപ്പൊ ഇത് ഡിപ്രഷനായിരുന്നു രോഗമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ഒരു 13 വർഷം മുമ്പ് UK എത്തിയപ്പോഴാണ് അത് ഫീൽ ചെയ്യുന്നത്. കാരണം ഞാൻ UK പോരുമ്പോൾ എനിക്ക് അമിത മദ്യപാനം എന്ന പ്രശ്നം കാരണം ഞാൻ റീഡ് സെന്ററിലൊക്കെ പോയി മദ്യപാനം നിർത്തിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്ന് ഒരു 3 മാസക്കാലം ഞാൻ മദ്യം കഴിക്കാണ്ട് ഇരുന്നപ്പോൾ എനിക്ക് ഡിപ്രഷൻ വന്നു. എനിക്ക് ഇരിക്കാൻ പറ്റുള്ള, നിൽക്കാൻ പറ്റുള്ള. അപ്പൊ ഞാൻ അന്ന് വിചാരിച്ചു ഈ പുതിയ സ്ഥലത്ത് വന്നതിന്റെ പ്രശ്നമാണ്. അപ്പൊ ഞാനത് പെട്ടെന്ന് തന്നെ അളിയന്റെ ഒരു കല്യാണം കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങോട്ടില്ല, UK ഇല്ല എന്ന രീതിയിൽ നാട്ടിൽ പോയി. നാട്ടിൽ ചെന്നപ്പോൾ വീണ്ടും മദ്യപാനം തുടങ്ങി, ഡിപ്രഷൻ അപ്രത്യക്ഷമായി. അത് പിന്നീട് ഒരു 10 വർഷം കൊണ്ട് ഒരു 5 തവണ 6 തവണ ഡി-എഡ് സെന്ററിലും മറ്റു ഹോസ്പിറ്റലിന്റെ സഹായത്തോടെയൊക്കെ മദ്യപാനം നിർത്താൻ നോക്കി. പക്ഷെ ഈ മദ്യപാനം നിർത്തി ഡി-എഡ് സെന്ററിൽ നിന്ന് പുറത്തു നീങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര ഡിപ്രഷനാണ് പറയുന്നത്. ഞാൻ മരുന്ന് കഴിക്കും, കുറച്ച് കഴിച്ച് കഴിയുമ്പോൾ വീണ്ടും മദ്യപിക്കുന്ന കാരണം എനിക്ക് പിന്നെ ഫീലിങ്സ് ഒന്നുമില്ല. മരുന്ന് ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കാണ്ടിരിക്കും. അങ്ങനെ തുടർച്ചയായിട്ടൊരു റിലാക്സ് ഇങ്ങനെ പോയി ഒരു 5-8 വർഷം 4 വർഷം മുമ്പ്. അപ്പൊ ഡോക്ടർ
എനിക്ക് മരുന്നൊക്കെ തന്നു വിട്ടായിരുന്നു ഒരു തവണ. ഞാനതൊരു വലിയ പ്രശ്നങ്ങളൊക്കെ ചെന്നാടി എനിക്ക് പിച്ചും പേയും പറയുന്ന അവസ്ഥയിൽ എൻ്റെ സുഹൃത്തുക്കളും വൈഫൊക്കെ ഡോക്ടറെ വിളിച്ചു തന്നു. ഏല് വന്നു, പക്ഷെ കുടി നിർത്തിയിട്ടില്ലായിരുന്നു. അപ്പൊ എനിക്ക് മരുന്നൊക്കെ തന്നു. വീണ്ടും ഞാൻ ഒരു 2 മാസം 3 മാസത്തോളം കുടിച്ചും കുടിക്കാതെയായിട്ട് ഏകടെ നടന്ന് വീണ്ടും വലിയൊരു ഡിപ്രഷന്റെ വല്ലാത്തൊരവസ്ഥയിലെത്തി. കാരണം എന്നെ ഇവിടെ കോവിഡ് ആയിരുന്നു, എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. അപ്പൊ കോവിഡിന് ഇവിടെ ഹോസ്പിറ്റലിൽ ആരും കൂടെ നിൽക്കില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഹോസ്പിറ്റലിൽ ചെന്ന് 2 ദിവസം കിടന്നു കഴിഞ്ഞപ്പോ എനിക്ക് എന്റേതായ ബുദ്ധിയും വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഡോക്ടറോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പൊ എനിക്കത് ഞാൻ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നുണ്ട്, ഞാൻ ഈ ഇംഗ്ലീഷ് നേഴ്സുമാരോട് എങ്ങനെ മലയാളത്തിൽ വർത്താനം പറയണം, അവർ എന്നോട് തിരിച്ചും വർത്താനം പറയുന്നുണ്ട്. അപ്പൊ അത് കൂടാണ്ട് ഒരു മലയാള നേഴ്സ് എന്ന് പറഞ്ഞു, നിങ്ങൾ കാല് പിടിച്ച് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് ഇപ്പൊ പോകരുത്, നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട്. ഞാൻ പോവാന്നും പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങി. അപ്പൊ അവർ എഴുതി വാങ്ങിച്ചു, ഒപ്പിടിച്ചു വാങ്ങിച്ചിട്ട് പുറത്തിറങ്ങി ഞാൻ റോഡിലൂടെ 10 മിനിറ്റ് നടന്ന എന്റെ വീട്ടിലെത്തും. ഞാൻ പോരുന്ന വഴിക്ക് എന്റെ ഓപ്പോസിറ്റ് വരുന്നയാളെ ചീത്ത വിളിക്കുന്നു മലയാളത്തില്. ഞാനപ്പോ ആദ്യം വിചാരിക്കുകയാണ്, ഇത് എന്തായിരിക്കും ഈ പുള്ളി മലയാളത്തിൽ തന്നെ ചീത്ത വിളിക്കണേ, ഇംഗ്ലീഷുകാരന് തോന്നിയതായിരിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത വണ്ടിയെ പോയ തന്നെ എന്റെ കാര്യം എന്തോ പറയുന്നു മലയാളത്തില്. വീട്ടിൽ ചെന്നപ്പോ ഭാര്യ ഒച്ചപ്പാണ്ടാക്കുന്നു, കട്ടിലേക്ക് കിടന്നപ്പോ എന്റെ അടുത്ത് ആളുള്ള മാതിരി എനിക്കൊരു തോന്നല്. ഞാൻ കൈയെടുത്ത് വെക്കും, ആളില്ല. അപ്പൊ പിന്നീട് ഞാൻ അറിയുന്നേ, എന്നെ നോക്കാൻ വേണ്ടി ഞാൻ 3 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് ഓർക്കുന്നു, ഞാൻ 8 ദിവസം കിടന്നു. എന്നെ നോക്കാൻ വേണ്ടി 2 ബൈസ്റ്റാൻഡർ ഉണ്ടായിരുന്നു. ബൈസ്റ്റാൻഡർ മലയാളികളായതുകൊണ്ട്, അതായത് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ ഈ നമ്മുടെ നാട്ടിലെ ICU കിടക്കുമ്പോഴായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു വാർഡ് UK ഇല്ല, AC ആവശ്യമില്ല. പിന്നെ പിറ്റേൽ ഒരാള് സ്വിമ്മിംഗ് പൂളൊക്കെ പണ്ട് കുളിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഞാൻ കിടക്കുന്ന കട്ടിലിന്റെ അടുത്ത് കട്ടിലൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ 2 ബുദ്ധി എന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഉപബോധ മനസ്സിൽ ഞാൻ കാണുന്നുണ്ട്, ഒപ്പം തന്നെ എന്റെ ബുദ്ധിയുടെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു ഭയങ്കര ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു. എന്റെ തൊട്ടടുത്തുള്ള ആള് ഞാൻ അറിയുന്ന ആളാണ്. പുള്ളിയുടെ വൈഫിനെ 2 കുട്ടികളെയൊക്കെ കൊന്ന്. പക്ഷെ പുള്ളി ഒരു മദ്യാസക്തനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ പുള്ളി നന്നായിട്ട് മദ്യം കഴിക്കുമായിരുന്നു, കഴിക്കാതിരുന്ന അവസ്ഥയിലാണ് ചെയ്തത്. അപ്പൊ ആ വ്യക്തിനെ എല്ലാവരും കുറ്റം പറഞ്ഞപ്പോൾ എനിക്ക് അപ്പൊ തന്നെ ഡോക്ടർ പറഞ്ഞു എന്നുള്ള അറിവ് വെച്ച് എനിക്ക് കാര്യം മനസ്സിലായി. ഈ പുള്ളിയുടെ മുമ്പിൽ അന്ന് കൊന്ന സമയത്ത് ഒന്നുകിൽ ഭാര്യയുടെയും മക്കളുടെയും സ്ഥാനത്ത് പുള്ളി കണ്ടിരിക്കുന്നത് വേറെ ആരൊക്കെയാണ്. പക്ഷെ പിറ്റേ ദിവസം നേരം വെളുത്തിരിക്കുമ്പോ പുള്ളിക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ ഈ എന്തുകൊണ്ട് ഇത് ചെയ്തു, എങ്ങനെ ഞാൻ ചെയ്തു എന്നൊന്നും അറിയാൻ മേലാത്തൊരവസ്ഥയും വരും. അപ്പൊ ഈ പറഞ്ഞ അവസ്ഥകളൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും താങ്ക് യു ഡോക്ടറെ. അടുത്ത ആർക്കെങ്കിലും മുമ്പിട്ട് വന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നമുക്കൊരു 15 മിനിറ്റോടെ ഉണ്ട്. നമ്മള് ആൽക്കഹോളിസം ട്രീറ്റ്മെന്റിന്റെ ഉള്ളില് പല ആൾക്കാരെ വിചാരിച്ചു നോക്കണം, നമ്മള് പ്രോഗ്രാമിൽ 24 മണിക്കൂർ മദ്യം നിർത്താനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ഗുഡ്. അത് നമ്മളെ തലച്ചോറിനെ സംരക്ഷിക്കാനും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാനുള്ള ആദ്യത്തെ പടിയാണ്. പക്ഷെ നമ്മള് തലച്ചോറിന് നമ്മള് ശരീരത്തിന് സംഭവിച്ച കേടുപാടുകൾ, അതിന്റെ സംഭവങ്ങളാണ് മാനസിക രോഗങ്ങളും ശാരീരിക രോഗങ്ങളും. ആ രോഗങ്ങൾ അങ്ങനെ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ആ രോഗത്തിന് ചികിത്സ ആവശ്യമുണ്ട്. അപ്പൊ ഇതിന് ഡ്യുവൽ ട്രീറ്റ്മെന്റ് എന്ന് പറയും. ഡ്യുവൽ ട്രീറ്റ്മെന്റ് രണ്ട് ചികിത്സ. ഒന്ന് മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ചികിത്സ, അത് മരുന്ന് കൊണ്ടുള്ള ചികിത്സയുണ്ട്. പ്രോഗ്രാം കൂടിയുള്ള ചികിത്സയുണ്ട്. അത് അങ്ങനത്തെ ഒന്ന്. 2, നമ്മളെ ബാധിച്ചിട്ടുള്ള മാനസിക രോഗങ്ങളെ കൗൺസിലിംഗ് കൊണ്ട് അല്ലെങ്കിൽ ഗ്രൂപ്പിലെ നമ്മളെ സ്വഭാവ മാറ്റം കൊണ്ട് അല്ലെങ്കിൽ മരുന്ന് കൊണ്ട് അങ്ങനെയുള്ള ചികിത്സ വേണ്ടി വരും. പലപ്പോഴും പല ആളുകൾക്കായി വേണ്ടി വരും. കാരണം അല്ലെങ്കിൽ അത് ചിലപ്പോൾ വൈകിപ്പോകും, ശരിയായ ചികിത്സ കിട്ടാൻ വൈകിപ്പോകും. ചികിത്സ വൈകി കഴിഞ്ഞാൽ ആളുടെ ജീവൻ പോയിരിക്കും, നേരത്തെ തന്നെ അയാളുടെ ജീവൻ പോയിരിക്കും. അന്നേരം ഖേദിച്ചിട്ട് കാര്യമില്ല. അതിനു മുമ്പ് തന്നെ നേരത്തെ തന്നെ ചികിത്സ ചെയ്യണം. ഏർലിയർ ദ ബെസ്റ്റ്. രോഗത്തെ സംബന്ധിച്ച് ഏർലിയസ്റ്റ് ദ ബെസ്റ്റ്. താങ്ക് യു ഡോക്ടറെ. ഞാനിപ്പോഴും മറ്റേ ഡിപ്രഷനുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ട്. ബാക്കി ഉള്ള കാര്യങ്ങൾ കുറച്ച് ഈ കൂട്ടായ്മയിൽ വന്ന് നമ്മുടെ ശരീരം ജിമ്മിൽ പോവുക, അങ്ങനെ വൈറ്റമിൻസ് കളിയുക, വിറ്റാമിൻ ഗുളിക കഴിക്കുക, ഡോക്ടർ പറഞ്ഞതും B12 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യാൻ സാധിക്കുന്നു ഡോക്ടറെ. മറ്റേ ഞാൻ ഇന്നത്തെ ന്യൂസ് നിങ്ങൾ കേട്ട് കാണും. അതിലൊരു സിനിമാ നടൻ ലഹരി ഉപയോഗിക്കുന്ന ഒരു
സിനിമാ നടൻ. അയാൾ കൊക്കൈൻ എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്നത്. കൊക്കൈൻ ഒരു ഉന്മാദം ഉണ്ടാക്കുന്ന ഒരു ലഹരി വസ്തുവാണ്. തലച്ചോറിന് സ്റ്റിമുലേഷൻ, ഉന്മാദം അങ്ങനെ ജ്വലിപ്പിക്കുന്ന ഒരു ഇതാണ്. ആ ഉന്മാദ രോഗിയെ പോലെ പെരുമാറും. അപ്പൊ ഇന്നത്തെ അയാള് സംസാരമൊക്കെ ടി വിയിൽ കുറെ സംഗതികൾ കാണിച്ചിട്ടുണ്ട്. അയാൾ വെല്ലുവിളിക്കാണ്. ആരെയൊക്കെ? പോലീസിനെ വെല്ലുവിളിക്കുന്നുണ്ട്, മറ്റ് സാധാരണ ജനങ്ങളെ വെല്ലുവിളിക്കുന്നുണ്ട്. അയാള് ഏർപ്പെട്ടിരിക്കുന്ന സിനിമാ ലോകത്തെ ആൾക്കാരെ അവരെ വെല്ലുവിളിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് അങ്ങനെ വെല്ലുവിളിക്കുന്നതിലൊരു അഹന്ത, ഞാൻ ഒരു സംഭവം എന്ന് കാണിച്ചു കൊടുക്കല്, ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള സംഗതി, ഒരു ഡ്രാമ, ജീവിതം ഒരു ഡ്രാമ പോലെ അങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കുന്ന സംഗതി. രോഗിയാണ് അയാള്. അയാൾക്ക് പ്രോഗ്രാം വളരെ നല്ലതായിരിക്കും. വിട്ടു നിൽക്കാൻ അയാൾക്ക് മിക്കവാറും അസാധ്യമായിരിക്കും. അയാളെ ശരിക്കുള്ള ഡീടോക്സിഫിക്കേഷൻ, ഡി അഡിക്ഷൻ, കൗൺസിലിങ്, അയാൾക്ക് നല്ല ചികിത്സ ആവശ്യമുണ്ട്. അയാളുടെ ഈ സിനിമാഭിനയം എന്ന് പറഞ്ഞാൽ അയാളുടെ ജോലിയാണ്. ഇനി അത് ബാധിക്കാൻ പോകുന്ന അയാളുടെ വയറ്റിപ്പഴപ്പാണ്. ജീവിക്കാനുള്ള അയാളുടെ ഒരു മാർഗമാണ് ഇനി അടഞ്ഞു പോകാൻ പോകുന്നത്. അപ്പൊ അതിനെപ്പറ്റി ഇപ്പോൾ അയാൾക്ക് യാതൊരു ധാരണയില്ല. വേറെ ഏതോ ലോകത്താണ് അയാൾ. അദ്ദേഹം ഇന്ന് പോലീസിനെ കണ്ടുകൊണ്ട് പേടിച്ച് 3 നിലയുടെ മണ്ടയ്ക്ക് ഒന്ന് ചാടി. അദ്ദേഹം ഇന്ന് എന്താ അല്ലേ പറഞ്ഞേ? അദ്ദേഹം ഇന്ന് പോലീസിനെ കണ്ട് പേടിച്ച് ഹോട്ടലിലെ 3ാമത്തെ നിലയിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു. ഓക്കെ. കയ്യിൽ സാധനം ഉണ്ടായിരുന്നു. 3ാം നിലയിൽ ചാടിയോ? ഡോക്ടർ നമസ്കാരം. ഒരു സംശയം ചോദിക്കാനായിരുന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ? ഒരു അമിത മദ്യപാന രോഗിയാണ്. 1 വർഷവും 7 മാസമായിട്ട് മദ്യപാനത്തിൽ നിന്നും മറ്റുള്ള ലഹരി വസ്തുക്കളിൽ നിന്നും പൂർണ്ണമായി ഒഴിവായി നിൽക്കുന്നു. സന്തോഷം. സാർ ഇന്നത്തെ സെഷനിൽ പറഞ്ഞ പോലെ ദേഷ്യം, വൈരാഗ്യം, ഇതെല്ലാം ഞാൻ ഇപ്പോ ചില സമയങ്ങളിൽ വളരെ എക്സ്ട്രീമായിട്ട് അതിന് പ്രതികരിക്കാനൊന്നും പോയില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ ഒരാളോട് കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടെന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ദേഷ്യങ്ങൾ മനസ്സിലിങ്ങനെ വരിക ചില സമയങ്ങളിൽ. പ്രത്യേകിച്ചും എന്നോട് അവർ പെരുമാറിയിട്ടുള്ള രീതികൾ, നമ്മൾ ഉപദ്രവിച്ച, അത് അവർക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളോട് നമുക്ക് എത്രത്തോളം മാനസികമായിട്ട് അത് വിഷമത്തിലാക്കി, അതെന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലൊക്കെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലും. അത് എങ്ങനെയാണ് സാർ? എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നു. അത് ഞാനൊന്നും ചില സമയത്ത് ചിലപ്പോ ഇത്തിരി റൈസ് സംസാരിക്കും, വളരെ മിതത്തോടു കൂടി സംസാരിക്കെങ്കിലും അത് എന്നെ വളരെയധികം അലട്ടുന്നുണ്ട്. എങ്ങനെ ഇതിന്ന് നമുക്കറിയാം, പലപ്പോഴും ഈ ഫെലോഷിപ്പിലെ ക്ലാസ്സിലൂടെ പോകുമ്പോൾ നമുക്കറിയാം ഇതൊക്കെ ഒരു ഭാഗമാണ്, ഇതൊക്കെ പക്ഷെ നമുക്ക് പറ്റുന്നില്ല. അത് എന്താണെന്നൊന്ന് സാറിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു തരുമോ? എന്താ വെച്ചാല്, നമ്മുടെ ഹയർ ബ്രെയിൻ വെച്ചാൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനം, അതാണ് ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്നത്. ഫ്രോണ്ടൽ ലോബ് ഏറ്റവും ഫ്രണ്ടിലുള്ള തലച്ചോറിന്റെ ഭാഗം. തലച്ചോറിന്റെ എല്ലാ ഭാഗവും വളരെ പ്രധാനപ്പെട്ടാണ്. പലതരം പ്രവർത്തനങ്ങളാണ്. അപ്പൊ ഈ ഓരോ പ്രവർത്തനത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് ഫ്രോണ്ടൽ ലോബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യബിലിറ്റി, സാമൂഹ്യ ബോധം, നമ്മുടെ ബന്ധങ്ങള്, അപ്പോൾ നമ്മളെ യാഥാർത്ഥ്യങ്ങൾ, എന്താണ് സത്യത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, യാഥാർത്ഥ്യം എന്താണ്, നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ മനസ്സിലാക്കുന്നു, നമ്മളെ എങ്ങനെ മനസ്സിലാക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ ഫ്രോണ്ടൽ ലോബിൽ, തലച്ചോറിന്റെ ഫ്രണ്ടിലുള്ള ഈ ഭാഗം കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മദ്യം ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്നത് ഈ ഫ്രോണ്ടൽ ലോബിലാണ്. അതായത് നമ്മുടെ ചിന്തകള്, നമ്മുടെ തോന്നലുകള്, നമ്മുടെ വികാരങ്ങൾ, സ്വഭാവങ്ങൾ, ഇതെല്ലാം അവിടെ നിന്ന് വരുന്നത്. അപ്പൊ അതിനെ മെച്ചപ്പെടുത്താനുള്ള ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ, പ്രോഗ്രാം അനുസരിച്ച് ഒന്നാമത്തെ മാർഗം വിട്ടുനിൽക്കലാണ്. ശാസ്ത്രത്തിന്റെ നിയമം അനുസരിച്ച് അബ്സ്റ്റിനൻസ്, വിട്ടുനിൽക്കലാണ് ഒന്നാം നമ്പർ. ഹലോ, ആരും എന്ത് പറയുന്നുണ്ടോ? ഇല്ല, ഡോക്ടർ പറഞ്ഞോളൂ.
അപ്പോൾ ആദ്യത്തെ ചികിത്സ എന്ന് പറയുന്നത് വിട്ടു നിൽക്കലാണ്. അതനുസരിച്ച് നമ്മുടെ ബ്രെയിൻ ഉപയോഗം ഇല്ലാത്തത് കൊണ്ട്, ഈ ലഹരി വസ്തു ഉപയോഗം ഇല്ലാത്തത് കൊണ്ട് തലച്ചോറിൽ പ്രവേശിക്കുന്നില്ല, ശരീരത്തിൽ പ്രവേശിക്കുന്നില്ല, രക്ഷപ്പെടുത്തുന്നു, ഓട്ടോമാറ്റിക് രക്ഷപ്പെടുത്തുന്നു. ഈ മദ്യം മാത്രമല്ല, മറ്റു ലഹരി വസ്തുക്കളെല്ലാം തന്നെ ഒരുമിച്ച് നിർത്തണം. ഒന്നാമത്തെ റൂൾ അതാണ്. രണ്ടാമത്തെ നിയമം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഈ ചിന്തകളെ നമുക്ക് ഉപദ്രവമില്ലാത്ത രീതിയിലേക്ക് മാറ്റാൻ ഏറ്റവും നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടി എന്താണെന്ന് വെച്ചാല്, നമ്മൾ ഏർപ്പെടുക, ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുക. ആ പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴത്തേക്കും നമ്മൾ പ്രശ്നമുണ്ടാക്കുന്ന ചിന്തകൾ നമ്മളെ അലട്ടില്ല. ഹലോ, കേൾക്കുന്നുണ്ട് ഡോക്ടർ, പറഞ്ഞോളൂ. മൈക്ക് ഇച്ചിരി അടുപ്പിച്ച് വെച്ച് പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാല്, ചിന്തകൾ നമ്മൾ അലട്ടാതിരിക്കാനായിട്ട് നമ്മൾ ആക്ഷൻ, പ്രവൃത്തിയില്, ഇപ്പൊ നിങ്ങള് എന്തെങ്കിലും ചെറിയൊരു കൃഷി ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ മുറി വൃത്തിയാക്കല്, നിങ്ങള് വീട് വൃത്തിയാക്കല്, അവിടെ ചെയ്യേണ്ട ചില പണികളൊക്കെ ചെയ്യല്, ഇത് ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ചില പരിപാടി ചെയ്യുമ്പോൾ നിങ്ങളുടെ തോട്ട് പ്രോസസ്, ആ തോട്ട് പ്രോസസ്സ് എങ്ങനെ കുഴപ്പമുള്ള ചിന്തകളും ഇങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് വേറൊരു കുഴപ്പം പിടിച്ച ചിന്തയിലേക്ക് പോവുക, അങ്ങനെ കണക്ഷൻ ഉണ്ടാകുക പരസ്പരം. അത് പിന്നെ നമ്മളെ ചില വ്യവസ്ഥകളിലേക്ക് കൊണ്ടുപോവുക. നമ്മൾ പഠിച്ചിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള ചില കുഴപ്പം പിടിച്ച ചില ഭാഷകള്, ചില പെരുമാറ്റങ്ങൾ അതിലേക്ക് കൊണ്ടുപോവുക. ഇതൊക്കെ ഇങ്ങനെ ഒരു കണക്ഷൻ, ആ കണക്ഷനിൽ കൂടി അങ്ങനെ മുമ്പോട്ട് പോവാണ്. അപ്പൊ അതില്ലാതാവും നമ്മളൊരു ആക്ഷനിൽ ഏർപ്പെടുമ്പോഴത്തേക്ക്. അതാണ് ഞാൻ പറഞ്ഞ ഒരു സംഗതി. പിന്നെ ഈ പ്രോഗ്രാമിൽ ചെല്ലുമ്പോൾ അവിടെ ആളുകളെ സ്വീകരിക്കുന്നതും അവിടെ ചെയ്യേണ്ട കാര്യങ്ങളും അവിടുത്തെ പെരുമാറ്റങ്ങളും അതെല്ലാം നമ്മൾ ഈ കുഴപ്പം പിടിച്ച ചിന്തകള്, തോന്നലുകളൊക്കെ കുറെ അകറ്റി നിർത്തും. അങ്ങനെ നമ്മുടെ മനസ്സ് ഒരു ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യാൻ, പ്രവർത്തിക്കാനായിട്ട്, പെരുമാറാനായിട്ട് പഠിക്കും. അങ്ങനെ ഒരു മാറ്റം വരുന്നത്. അപ്പൊ ഇതെല്ലാം ഒറ്റയടിക്ക് സാധിക്കില്ല, പതുക്കെ സാധിക്കും. അപ്പൊ തോട്ട് പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് അങ്ങനെയാണ്. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡോക്ടർ, താങ്ക് യു അരുൺ. മറ്റാർക്കെങ്കിലും മുമ്പിട്ട് വന്ന് അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുകയോ ഡോക്ടർ സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയോ ചെയ്യും. സാറ്, ഞാനൊരു അമിത മദ്യാസക്തൻ. ദൈവാനുഗ്രഹത്താലും മഹത്തായ കൂട്ടായ്മയുടെ സഹായത്താലും മദ്യപിച്ചിട്ടില്ല. അച്യുതൻ, പാലക്കാട്. ചേട്ടാ. ഹായ്. ഡോക്ടറോട് ചെറിയൊരു സംശയം ചോദിക്കണം ഞാൻ. എന്താ പറഞ്ഞ, ഈ അമിത മദ്യാസക്തന്മാര് എപ്പോഴും ഈ മദ്യം കഴിക്കുമ്പോ ഈ വിറ്റാമിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഈ വിറ്റാമിൻസ് മുട്ട, ഇറച്ചി, മീൻ ഇതൊക്കെ അമിതമായിട്ട് കഴിക്കുന്നുണ്ട്. ഞാൻ പല ആൾക്കാരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇത് കഴിച്ചാൽ ആ മദ്യത്തിന്റെ ഇത് വലിച്ചെടുക്കും. അതിൽ വല്ല സത്യാവസ്ഥയുണ്ടോ സാറേ? പലപ്പോഴും ദാരിദ്ര്യമൊക്കെ ഉള്ള ഒരു സ്ഥലത്താണെങ്കിൽ, ജീവിക്കണമെങ്കിൽ ഇതിന്റെ കുറവ് കൊണ്ട് അസുഖങ്ങൾ ഉണ്ടാവും. നേരെ മറിച്ച് ഇപ്പൊ പല ആൾക്കാരും വിചാരിക്കാൻ അമിതമായ കൊഴുപ്പ് ഉള്ള ഭക്ഷണം ഹലോ, കേൾക്കുന്നില്ലല്ലോ? ഹലോ, ഡോക്ടർക്ക് ഫോൺ വന്നായിരിക്കും, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഡയബറ്റിസ്, പ്രമേഹ രോഗം ഉണ്ടാകും, ഹൈപ്പർ ടെൻഷൻ വരാം. ഉണക്ക മത്സ്യമൊക്കെ കണ്ടമാനം കഴിച്ചാൽ കൂടുതൽ ജലാംശം ശരീരത്തിൽ നിൽക്കും, കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാവും. ഹൈപ്പർ ടെൻഷൻ വരാൻ സാധ്യതയുണ്ട്. പാരമ്പര്യം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് വരും. അങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെ സാധാരണ ആൾക്കാർ ചെയ്യുന്ന പോലെയുള്ള ചികിത്സയൊക്കെ ചെയ്യണം. ഞാൻ പറഞ്ഞെന്താ വെച്ചാല്, ഈ ദാരിദ്ര്യത്തിന്റെ ഉള്ളിൽ ഒത്തിരി പോഷകാംശങ്ങളൊക്കെ കുറഞ്ഞ ഭക്ഷണം കഴിച്ച് ഒത്തിരി അസുഖങ്ങൾ വരാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് B1 എന്ന് പറഞ്ഞ അസുഖം. B1 കുറഞ്ഞു കഴിഞ്ഞാലുള്ള അസുഖമാണ്
കൊഴ്സാക്കോസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ പറയും, ആ കണ്ടുപിടിച്ച ഡോക്ടറുടെ പേര് ചേർത്താണ് കൊഴ്സാക്കോസ് ഡിസീസ്. അതൊരു മനോരോഗമാണ്. ഓർമ്മശക്തി നഷ്ടപ്പെടുക, അതുപോലെ പെരുമാറ്റം മോശമാകുക, അങ്ങനത്തെ ഒരു വിഭ്രാന്തി, മാനസിക വിഭ്രാന്തി ഉണ്ടാകുന്ന ഒരു രോഗമാണ് കൊഴ്സാക്കോസ് ഡിസീസ്. അത് മദ്യം കഴിക്കുന്ന ആൾക്കാർക്ക് ഈ വിറ്റാമിൻ ശരീരത്തിലേക്ക് ചെല്ലാതെ, തലച്ചോറിന് ചെല്ലാതെ, തലച്ചോറിന്റെ പ്രവർത്തനം മോശമായിട്ട് ഒരു ഭ്രാന്ത് പോലെ ഉണ്ടാവും. അപ്പോൾ അത് നല്ല ഭക്ഷണം കഴിച്ചാൽ അത് ഉണ്ടാവില്ല. ഉദാഹരണം മുട്ട കഴിച്ചാൽ അല്ലെങ്കിൽ മാംസം കഴിച്ചാൽ വൈറ്റമിൻ B1 അല്ലെങ്കിൽ തവിട് കൂടുതലുള്ള അരി ഭക്ഷണം കഴിച്ചാൽ ഇതൊക്കെ അത് നല്ലതാണ്. വൈറ്റമിൻ B1 ഉണ്ടാവും ശരീരത്തിൽ. താങ്ക് യു ഡോക്ടർ, താങ്ക് യു ചേട്ടാ. അടുത്ത താങ്ക് യു ഡോക്ടർ. താങ്ക് യു. അടുത്ത ആർക്കെങ്കിലും സംശയങ്ങളുടെ മുമ്പിട്ട് വരാം. ഇവിടെ സമയം ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുടെ പെട്ടെന്നൊന്ന് മുമ്പിട്ട് വരാം. ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് മുമ്പിട്ട് ഒന്ന് പരിചയപ്പെടുത്താവുന്നതാണ്. അതെല്ലാവരും പുതിയതില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ മുമ്പിട്ട് വരിക. ആർക്കും സംശയങ്ങളൊന്നുമില്ല. ഒരു 5-6 മിനിറ്റ് എടുത്ത് ഷെയർ ചെയ്യാനായിട്ട് മുമ്പിട്ട് വരാം കേട്ടോ, ആർക്കെങ്കിലും സാധിക്കുന്ന ഒരാൾക്ക്. ഹലോ, പറഞ്ഞോളൂ. ഞാൻ ഒരു അമിത മദ്യാസക്തൻ. ഞാൻ മദ്യപിച്ചില്ല. എന്റെ പേര് സുധീർ. ഹായ് സുധീർ ഭായ്. ഡോക്ടർ, ഞാൻ ഈ 20-ാം തീയതിക്ക് 1 വർഷമാവണം. പക്ഷെ ഡോക്ടർ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ട്രീറ്റ്മെന്റിനൊന്നും പോയിട്ടില്ല. പക്ഷെ ഡോക്ടർ ഇപ്പൊ ഇത് മദ്യം മാറ്റി നിർത്തിയപ്പോഴത് മനസ്സിലായത് എനിക്കിത് അസുഖങ്ങളായിരുന്നു എന്നുള്ളത്. ഇപ്പൊ ഈ 1 വർഷത്തിനുള്ളിൽ ഇത് നിർത്തിയപ്പോൾ ഒരുപാട് വ്യത്യാസം. ശരിക്കും മനുഷ്യൻ എന്താണെന്നുള്ളത് മനസ്സിലായത് എനിക്കിപ്പോ. ഇത് മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് പ്രചോദനം കിട്ടിയത്, ഈ പ്രചോദനം കിട്ടിയത് സത്യം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മാറി നിന്നപ്പോഴുള്ളൂ. അപ്പൊ ഇനി ഇപ്പൊ ഒരു ഭയാണ്. കാരണം ഞാനിനി ഒരു തുള്ളി മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്ര അസുഖങ്ങൾ ഉണ്ടായിരുന്നുള്ള ഞാൻ അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പൊ അറിഞ്ഞപ്പോള് അത് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് ശരിക്കും പറഞ്ഞാൽ പിടിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു മനസ്സിന് ശരിക്കും തട്ടി. അപ്പോഴാണ് എനിക്കിത് വേണ്ടാന്നുള്ളത് എന്റെ മനസ്സിലേക്ക് വന്നു. അതാണ് ശരിയായിട്ടുള്ള അറിവും ശരിയായിട്ടുള്ള സംഗതി നിങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് അതിന്റെ കാര്യം. പക്ഷെ അതില് ഒരു 100% ഡോക്ടറെ ക്ലാസ്സും അതുമാതിരിയുള്ള വലിയ വലിയ ആൾക്കാർ ആ ക്ലാസ്സുകളിന് ശരിക്കും എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നത്. എനിക്ക് ഒരു മരുന്ന് കഴിക്കുന്നു അല്ല, ഞാൻ ഇങ്ങനെ ഡി അഡിക്ഷൻ സെന്ററിൽ എടുക്ക, അല്ലെങ്കിൽ ഇപ്പൊ ശരിക്കും ഉറങ്ങണ്, പണി ചെയ്യണ്, ജോലി ചെയ്യണ്, എന്ത് കാര്യങ്ങളും നമുക്ക് ചങ്കൂറ്റായിട്ട് നേരിടാൻ പറ്റണ്. പണ്ട് ചങ്കൂറ്റുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും യഥാർത്ഥ രീതിയിൽ നമ്മളത് ചെയ്തിരുന്നില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞു മദ്യം നിർത്തണം എന്നുള്ളത് എനിക്ക് പേടിച്ചിട്ട് ഞാൻ മദ്യം നിർത്തണതല്ല, അല്ലെങ്കിൽ എനിക്കത് ഇതല്ല, എനിക്കൊരു ആഗ്രഹമൊന്നുമില്ല, ഇപ്പൊ വരുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോ ഡോക്ടർ ഈ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ഇത്രയധികം അസുഖങ്ങൾ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നല്ല ദൈവമേ എന്നുള്ള ഒരു തിരിച്ചറിവ് കിട്ടി. അപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേണ്ട, അതൊരു എന്തോ ഒരു അങ്ങനെ ഇത് വന്നത് അല്ല. പറയണ്ട. ഇത് കേൾക്കുന്ന ആൾക്ക് അന്ധമായിട്ട് അങ്ങനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അത് തെളിവുണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മുഴുവൻ തെളിവാണ്. നിങ്ങളത് പരീക്ഷിച്ചു, എക്സ്പീരിയൻസ് ചെയ്തു, നിങ്ങൾ നിർത്തിവെച്ചു. അപ്പൊ അത് അനുഭവമായ ഒരു തെളിവാണത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എവിഡൻസ് ബേസ്ഡ് ആണ്, ഇത് തെളിവാണെന്ന്. അതൊരു വലിയ സത്യത്തിലത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ക്ലാസ്സുകൾ കേട്ടത് കൊണ്ട് മാത്രം ഒരു തിരിച്ചറിവ് കിട്ടുകയാണ്. അല്ലാണ്ട് അതിനേക്കാളും മുമ്പ് അത് ഞാൻ നിർത്തും, ഇതെന്തോർന്നപ്പോ ഇത് നിർത്താനുള്ള ഒരു ചിന്തയായിരുന്നു. പക്ഷെ ഇപ്പോഴത് ഈ 1 വർഷത്തിന്റെ ഉള്ളിൽ നമ്മള് തിരിഞ്ഞു നോക്കുമ്പോൾ അത് മനസ്സിലായത് അതല്ല. ഇത് ശരിക്കും ഒരു കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും എന്തുകൊണ്ടാ വായുവിൽ കൂടെ കിട്ടുന്ന ഒരു മരുന്ന് ഇത്. ശരിക്കും സത്യം പറഞ്ഞു വെച്ചാൽ ഇതുമായിട്ടുള്ള അറിവുകൾ കിട്ടുന്നത് അത് ഡോക്ടറോട് വല്ലാണ്ട് കടപ്പെട്ട് എടുക്കുക.
ഞാൻ ആദ്യം ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോയത് മുതുവട്ടൂര് നമ്മളെ ഫൈസൽ ഡോക്ടറെ ക്ലാസ് ഉണ്ടായിരുന്നു. എനിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സത്യം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വന്നത്. അങ്ങനെ അങ്ങനെ പിന്നെ ഞാൻ ഇപ്പൊ ഇവിടെ ഗൾഫിലാണ്, ബഹ്റിനിലാണ്. പിന്നെ ഞാൻ ഈ ഓൺലൈൻ ക്ലാസ്സുകൾ കേട്ടു തുടങ്ങി. അത് ഞാൻ ഷെയർ ചെയ്യാറില്ല, പക്ഷെ സത്യത്തിൽ ഷെയർ ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷെ അത് സമയം കിട്ടാറില്ല, പിന്നെ ജോലിയുടെ ഇതാ. പക്ഷെ ഇത് കേട്ടിരിക്കാറുണ്ട്. കേട്ടിരുന്നിട്ട് തന്നെ ഈ പടികളുടെ മഹത്വങ്ങൾ, ഓരോ പടികൾ പറയുമ്പോഴും അത് എന്തോ നമ്മള് തെറ്റ് ചെയ്യുമ്പോഴും ആ പടികള് ഈ ഓരോരുത്തർ പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു. അത് അല്ലാണ്ട് ഇത് മനസ്സിരുത്തി പഠിച്ചിട്ടൊന്നുമല്ല. ഞാൻ പടികളൊന്നും പഠിച്ചിട്ടില്ല, അത് പ്രാവർത്തികമാക്കിയിട്ടില്ല. പക്ഷെ നമ്മളെ ഓട്ടോമാറ്റിക് ആയിട്ട് ഉള്ളിലേക്ക് വരുന്നുണ്ട്, ആ ഇത് ചെയ്യരുതല്ല. ഞാൻ പണ്ട് ചെയ്തിരുന്ന കള്ളത്തരാണെന്ന് ഇപ്പോഴും മനസ്സിലാവണം. അത് ശരിയല്ല, അത് എടുക്കാൻ പറ്റിയിരുന്നില്ല. അല്ലെങ്കിൽ അതൊക്കെ ശരിക്കും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോ പടികളെ കുറിച്ച് പറയുമ്പോഴും അവരെങ്ങനെ അതിൽ നിന്ന് റിക്കവറി വന്നു എന്നുള്ളത് പറയുമ്പോഴാണ് അവരനുഭവങ്ങളിലാണ് നമുക്ക് ശരിക്കും മനസ്സിൽ കയറുന്നത്. അങ്ങനെ ഒരുപാട് ഗുണം ഡോക്ടറെ നിന്ന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയത് മറ്റുള്ളവർക്കും കിട്ടണം ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതാണ് എന്റെ ഒരു ഷെയറിങ് ഡോക്ടർ. താങ്ക് യു താങ്ക് യു. സുധീർ ഭായ്, താങ്ക് യു ഡോക്ടർ. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഷെയർ ചെയ്യാൻ മുമ്പിട്ട് വരാം. ഓക്കെ, താങ്ക് യു ഡോക്ടറെ. താങ്ക് യു വെരി മച്ച്. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇത്ര നേരം ഒരേറെ അറിവുകൾ പകർന്ന ഡോക്ടറുടെ ഗ്രൂപ്പിന്റെ പേരിലും ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. വീണ്ടും ഞങ്ങളെ വന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത നമുക്ക് എല്ലാവർക്കും വളരെ ഹൃദയങ്ങളായ നന്ദി അറിയിക്കുന്നു. വീണ്ടും നാളത്തെ മീറ്റിംഗിലും വന്ന് പങ്കെടുക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഈ മീറ്റിംഗിലോ അല്ലെങ്കിൽ മറ്റു മീറ്റിങ്ങുകളിലോ ഈ കൂട്ടത്തിൽ ആരുടെയെങ്കിലും വാഗ്ദാനങ്ങൾ ഉണ്ടെങ്കിൽ വാഗ്ദാനങ്ങൾ വായിക്കാം. വാഗ്ദാനങ്ങൾ വായിക്കാം ആർക്കെങ്കിലും? വായിക്കാം. ശരി. നമ്മുടെ പുരോഗതിയിലെ ഈ ഘട്ടത്തിൽ നാം കഠിനാധ്വാനത്തിന് തയ്യാറാണ് എങ്കിൽ പകുതി വഴി ചെല്ലുന്നതിന് മുൻപ് തന്നെ നാം അത്ഭുതപരതന്ത്രരാകും. ഒരു പുതിയ സ്വാതന്ത്ര്യവും സന്തോഷവും നാം അറിയാൻ പോവുകയാണ്. കഴിഞ്ഞ കാലത്തെ ഓർത്ത് നാം ഖേദിക്കുകയോ അതിൻ്റെ നേരെ വാതിൽ കൊട്ടിയടയ്ക്കുകയോ ഇല്ല. പ്രശാന്തി എന്ന വാക്കിൻ്റെ അർത്ഥം നന്നായി ഗ്രഹിക്കുകയും സമാധാനം എന്തെന്ന് നാം അറിയുകയും ചെയ്യും. നാം എത്രമേൽ താഴോട്ട് പോയിട്ടുണ്ടെന്നത് ഒരു പ്രശ്നമല്ല. നമ്മുടെ അനുഭവങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താം എന്ന് നാം കാണുന്നു. ഒന്നിനും കൊള്ളരുതാത്തവരാണ് നാം എന്ന ധാരണയും സ്വയം സഹതാപവും അപ്രത്യക്ഷമാകുന്നു. സ്വാർത്ഥ കാര്യങ്ങളിലുള്ള നമ്മുടെ താല്പര്യം നഷ്ടപ്പെടുകയും നമ്മുടെ സഹജീവികളുടെ സ്നേഹം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഭാഗ്യാന്വേഷണ പ്രവണത നമ്മിൽ നിന്ന് അകലും. ജീവിതത്തോടും നമ്മുടെ മനോഭാവവും കാഴ്ചപ്പാടും മാറും. ആളുകളെക്കുറിച്ചും സാമ്പത്തിക സുരക്ഷിതത്തെക്കുറിച്ചുമുള്ള ഭയം നമ്മെ വിട്ടകലും. നമ്മെ അന്താളിപ്പിച്ചിരുന്ന സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു ഉൾവിളി കൊണ്ടുവന്ന പോലെ നാം അറിയുന്നു. ഞങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. ഇതൊക്കെ അതിരുകടന്ന വാഗ്ദാനങ്ങളാണോ? അല്ലെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങൾക്കിടയിൽ അവ സഫലമാക്കപ്പെടുന്നു. പലപ്പോഴും പെട്ടെന്ന്, ചിലപ്പോൾ സാവധാനം. നാം അതിനു വേണ്ടി ശ്രമിച്ചാൽ അവ എല്ലായ്പ്പോഴും സാധ്യമാവുന്നു. താങ്ക് യു രാജേഷ് ചേട്ടാ. ആർക്കെങ്കിലും മുമ്പിട്ട് വന്ന് മൈക്ക് എല്ലാവരും അൺമ്യൂട്ട് ചെയ്യുക. അറിയൊരു ഒരാൾ പ്രാർത്ഥന ചൊല്ലി കൊടുക്കും. ദൈവമേ മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുവാനുള്ള പ്രശാന്ത മനസ്ഥിതിയും മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുവാനുള്ള ധൈര്യവും ഇവയെ തമ്മിൽ വേർതിരിച്ചറിയാനുള്ള വിവേകവും ഞങ്ങൾക്ക് നൽകണമേ. പ്ലീസ് കമ്മിങ് ബാക്ക്. താങ്ക് യു ഡോക്ടർ. താങ്ക് യു രാജേഷ് ചേട്ടാ. നന്ദി അറിയിക്കുന്നു. കീപ് കമ്മിങ് ബാക്ക്. ഗുഡ് നൈറ്റ്.